പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു പറഞ്ഞത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. വിശ്വാസത്തിന്റെ കാര്യത്തിലും കർമ്മത്തിന്റെ കാര്യത്തിലും നിങ്ങൾ കൂടേണ്ടത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്ന്. അങ്ങനെ ഖുർആന്റെ വഴിയിൽ എന്ന് പറഞ്ഞില്ലല്ലോ, മനസ്സിലായില്ല? ശരിക്കും പറയേണ്ടത് എന്താ? തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോയിട്ടുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ടു കാര്യവും നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ വഴികേടിലാവുകയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ടു കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ വഴികേടിലാവുകയില്ല. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. വസുന്നത്തു റസൂലിഹി വസുന്നതി, എന്റെ ചെന്നയുമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശരിക്കും പറയേണ്ടത് നേരായ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആനിന്റെ വഴിയിൽ സുന്നത്തിന്റെ വഴിയിൽ എന്നല്ലേ ഞാനെല്ലാം പറഞ്ഞത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ എന്നാണ്. എന്തുകൊണ്ട് ആരാണ് അല്ലാഹു അനുഗ്രഹം ചെയ്തവർ എന്ന് മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ومن يطع الله والرسول, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഒരാൾ അക്ഷരം പ്രതി വെളിപ്പെടുന്നുവെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിലാണ് അവരുണ്ടാവുക. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്ന്. മിനൻ നബിയീൻ, നബിമാരാണവർ. വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളാണവർ. വശുഹദാ, ശുഹദാക്കളാണവർ. വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുമാണവർ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകന്മാരുടെ വഴിയിൽ ചേർത്തി തരണേ, ശുഹദാക്കളുടെ വഴിയിൽ ചേർക്കണേ, സ്വാലിഹീങ്ങളുടെ വഴിയിൽ ചേർക്കണേ എന്ന് പറയാൻ, എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, സമസ്ത എന്ന് പറഞ്ഞാൽ ആ സ്വാലിഹീങ്ങളുടെ കൂട്ടായ്മയാ. നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മഹത്തായ പാതയിലൂടെ ജീവിച്ച, ആശയാദർശങ്ങളിലൂടെ ജീവിച്ചു പോയാൽ പിഴക്കാനില്ല. കാരണം എന്തുകൊണ്ട്? സ്വത്ത് കൊള്ളയടിക്കുന്നതിനേക്കാളും ഇന്ന് കൊള്ളയടിക്കപ്പെടുന്നത് ഈമാനാണ്. ഇന്ന് കൊള്ളയടിക്കപ്പെടുന്നത് ഈമാനാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനാണ് അല്ലേ? ഈമാൻ. ചില ആളുകൾ വന്ന് പെട്ടെന്ന് പറഞ്ഞു കേട്ട് നമുക്ക് തോന്നും അങ്ങനെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലിഹി, എന്റെ കുടുംബത്തെ കണ്ടാൽ നിങ്ങൾ എന്നെ കാണുന്ന പോലെ മനസ്സിലാക്കിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന് ചില ആളുകൾ പറഞ്ഞു അങ്ങനെ ഒരു കുടുംബം ഒന്നും ജീവിച്ചിരിക്കില്ല എല്ലാ മേഖലയിലും. ചില ആളുകൾ അള്ളാഹു പടച്ചു വിട്ട തന്നെ ഒന്നുമില്ല എന്ന് പറയാൻ പോലെ പണി. മരിച്ചാൽ കേൾക്കൂല, ഖബറിന്റെ അടുത്ത് തൽഖീൻ വേണ്ട, തറാവീഹ് 20 ഇല്ല, ഒക്കെ പോലെ ഇല്ല എന്നാ പറയാ. എല്ലാം അവർ പറയാറുള്ളത് ഇല്ല എന്നാണ്. ജുമയുടെ മുമ്പുള്ള ആദ്യത്തെ ബാങ്ക് ഇല്ല, ഒക്കെ ഇല്ല എന്നാണ് അവർ പറയാറുള്ളത്. മഹാന്മാരായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളുടെ പരമ്പര ഇല്ല, അങ്ങനൊരു മഹത്വൊന്നും ആർക്കില്ല. അവർ പറയുന്നത് തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കേവല പ്രവാചകൻ എന്നല്ലേ അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാറുള്ളത്. കേവല പ്രവാചകൻ, സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കേവലം ഒരു പ്രവാചകൻ എന്നല്ലേ അവർ പറയാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയമായി പറയാറുണ്ട്. പക്ഷേ ഒറ്റയടിക്കെല്ലാം പറഞ്ഞു തീർക്കാമതല്ല.
ഏത് വഴിയാണ് ഈമാനിന്റെ വഴിയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാന്മാരായ സ്വാലിഹീങ്ങൾ ആരാണോ, അവർ ജീവിച്ച വഴി ഏതാണോ, അവർ വിശ്വസിച്ച വിശ്വാസം ഏതാണോ, അത് നിങ്ങൾ പിന്തുടർന്നാൽ മതി. എന്നാ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അല്ലേ? ശരിയാണ്. ആരാ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരകൾ അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴാ സമസ്ത ഉണ്ടായ സമസ്ത ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയതല്ലേ. ആശയാദർശങ്ങൾ അങ്ങനെ പുതിയതല്ല. പഴയ കാലത്തുള്ള ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ സ്വഹാബികളിലൂടെ അനുവർത്തിച്ചു വരുന്ന പരിശുദ്ധമായ ദീൻ. കേരളക്കാർ വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. ഞാൻ എൻ്റെ കൂടെ ഉംറക്കോ ഹജ്ജിനോ ആളുകൾ വന്നാൽ അവർക്ക് പരിശുദ്ധമായ മക്കയിൽ ഒരു പർവ്വതം കാണിച്ചു കൊടുക്കാറുണ്ട്. ആ പർവ്വതമേതാ? ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത് തന്റെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത പർവ്വതമാണ് ആ പർവ്വതം. ആ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്ത മലയാണത്. ഞാൻ കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട്, എന്തിനാണ് ഈ പർവ്വതം കാണിച്ചു തരുന്നതെന്നറിയാമോ? നമ്മിലേക്ക് എത്തിച്ചേർന്ന വിശ്വാസം ഈ പർവ്വതവുമായി കണക്റ്റ് ആണെന്ന് പറയാറുണ്ട്. ഈ പർവ്വതവുമായി കണക്റ്റ് ആൻ മക്കക്കാരായിരുന്ന ആളുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, മുഹമ്മദേ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണോ, നീ ഒരു അത്ഭുതം കാണിച്ചു തരണമെന്ന്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ മക്കക്കാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് അത്ഭുതമാ കാണിച്ചു തരേണ്ടത്? അവരിങ്ങനെ അവരാലോചിച്ചതെന്താ? ഒരിക്കലും മുഹമ്മദിന് കാണിക്കാൻ പറ്റാത്തൊരു കാര്യമാകണം പറയേണ്ടത്. അവരിങ്ങനെ നോക്കുമ്പോ ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ്. 14-ാം രാവിന്റെ ചന്ദ്രനാണ്. അവർ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ ഈ ആകാശത്തിലുള്ള ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിക്കാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ ഞങ്ങൾ നിന്നോട് വിശ്വസിക്കാമെന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ ചന്ദ്രന്റെ നേരെ കൈകൊണ്ടിട്ട് ആംഗ്യം കാണിച്ചല്ലോ 2 പിളർപ്പാവാൻ. അത്ഭുതം! ചന്ദ്രൻ 2 പിളർപ്പായി 2 ഭാഗത്തേക്ക് അങ്ങ് മാറി നിന്നു. മക്കക്കാരെ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, മുഹമ്മദേ ഇന്നക ലസാഹിറുൻ മുബീൻ. ഇത്ര വലിയ മാരണക്കാരനാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂരിനടുത്ത് തന്റെ കൊട്ടാരമുറ്റത്ത് ഇരിക്കുകയായിരുന്ന ചേരമാൻ പെരുമാളാണത് കാണുന്നത്. എന്റെ കൊട്ടാരമുറ്റത്തിരിക്കുമ്പോ കാണുന്നത് പെൻചന്ദ്രൻ പിളർപ്പായി 2 ഭാഗത്തേക്ക് മാറുന്നത്. ചേരമാൻ പെരുമാൾ കൊട്ടാരത്തിലുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ചന്വേഷിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? അവർ പറഞ്ഞതിലൊന്നും അവർ കൊടുത്ത മറുപടിയിലൊന്നും അയാൾക്ക് സംതൃപ്തി തോന്നില്ല. അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരുന്നല്ലോ. അപ്പോഴാണല്ലോ ഒരഭിപ്രായ പ്രകാരം സിലോണിലുള്ള ആദം അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾ കാണാൻ പോകുന്ന അറബികളായിരുന്നു എന്ന ഒരഭിപ്രായ പ്രകാരം പറയപ്പെടുന്നത്. അതല്ല, കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നവരായിരുന്നു എന്നാണ് മറ്റഭിപ്രായം. ഏതായാലും ശരി, ചേരമാൻ അങ്ങനെ അറബികളെ കാണാനിടയായി. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി അവരോടും ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ നാട്ടുകാർ ആ പ്രവാചകൻ അവരോട് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഒരത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ആ പ്രവാചകനോട് അവർ പറഞ്ഞത്, ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിക്കണം എന്ന്. അപ്പോൾ ആ പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോഴാണ് ചന്ദ്രൻ 2 പിളർപ്പായി മാറിയത് എന്ന് ഈ അറബികൾ ചേരമാൻ പെരുമാളിനോട് പറഞ്ഞപ്പോ ചേരമാൻ പെരുമാളിന് അല്ലാഹുവിന്റെ ഹബീബിനെ കാണണം എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ കച്ചവട സംഘത്തോടൊപ്പം പുറപ്പെട്ടല്ലോ. മക്കയിൽ ചെന്നല്ലോ.
പുണ്യ നബിയോട് വിശ്വസിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് താജുദ്ദീൻ എന്ന് പേര് വെക്കുകയും ചെയ്തല്ലോ. മാസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ഏതാനും ചില അനുചരന്മാരെ അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിലേക്ക് തന്നെ പറഞ്ഞേക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിക പ്രബോധനത്തിനായി. അവരെ വരുന്ന വഴിക്കാണല്ലോ സലാലയുടെ കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോഴാണല്ലോ രോഗം മൂർജിച്ചത്. അങ്ങനെ രോഗം മൂർജിച്ചു, കപ്പൽ കടക്കണയിച്ചു. കൂടെയുള്ളവരും അവിടെ ഇറങ്ങി. ചേരമാൻ പെരുമാളിന്റെ രോഗം മൂർജിച്ചപ്പോഴാണത്രേ അദ്ദേഹം ദുആ ചെയ്തതല്ലാ കാലാവസ്ഥ അനുകൂലമാക്കി തരണേ അല്ലാ എന്ന്. കാലാവസ്ഥ അനുകൂലമാക്കി തരണേ എന്ന്. അതുകൊണ്ടാണത്രേ മരുഭൂമിക്കിടയിൽ ഒരു കേരളമുണ്ടായത്. സലാല കണ്ട ആളുകൾക്കറിയാം മരുഭൂമിക്കിടയിൽ ഒരു കേരളമാണ് സലാല എന്ന്. തെങ്ങുണ്ടവിടെ, കവുങ്ങുണ്ടവിടെ, വെറ്റില ഉണ്ടവിടെ, കർമൂസ് ഉണ്ടവിടെ, ഇവിടെ കിട്ടുന്നതെല്ലാം ഉണ്ടവിടെ, കപ്പയുണ്ടവിടെ കൈയുണ്ട്. മരുഭൂമിക്കിടയിൽ ഒരു കേരളമാണ്. ഏതായാലും അദ്ദേഹം താൻ രോഗിയായി കിടക്കുമ്പോ കൂടെയുള്ള ആളുകളുടെ കയ്യിൽ എഴുത്തെഴുതി കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ തിരിച്ചു പോകാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ച പോലെ എന്റെ നാട്ടിലേക്ക് ചെല്ലണം. ഈ കത്ത് എന്റെ അനന്തരവനായി ഭരണത്തിലിരിക്കുന്നവന്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾക്കെല്ലാ സഹായവും അവർ ചെയ്തു തരുമെന്ന്. അങ്ങനെ പെരുമാളിന്റെ താജുദ്ദീന്റെ മരണത്തിന് ശേഷം അവർ നേരെ പായക്കപ്പലിൽ പുറപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വന്ന് അവർ കപ്പലിറങ്ങി. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെ കത്ത് കൊടുത്തു. അനന്തരവൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തോ. അങ്ങനെയാണ് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പള്ളി ഉണ്ടായത്. അത് ചേരമാൻ പെരുമാളിന്റെ പേരിലുള്ള പള്ളിയാണ്. കൊടുങ്ങല്ലൂരിലെ പള്ളിയാണ് ആദ്യത്തെ പള്ളി. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയാണ് എന്റെ സഹോദരങ്ങളെ. ആ പള്ളിയിൽ ഇന്ന് വരെ സ്വഹാബികളുടെ കാലം തൊട്ട് ഇന്ന് വരെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബോദിയ ചരിത്രമില്ല എന്റെ സഹോദര. സ്വഹാബികൾ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയിൽ ഇന്ന് വരെ ഒരു പെണ്ണും ജുമാ ജമാഅത്തിന് സ്ഥിരമായി പോയ അനുഭവങ്ങളില്ല എന്റെ സഹോദരങ്ങളെ. ആലോചിക്കണം നിങ്ങൾ. അങ്ങനെ പാരമ്പര്യത്തിലൂടെ കിട്ടിയ വിശ്വാസം 1920 വരെ 1900 വരെ 20-ാം നൂറ്റാണ്ട് വരെ കലർപ്പില്ലാതെ തുടർന്നു പോരുകയായിരുന്നു. അപ്പോഴാ ചില പുത്തനാശയങ്ങളുടെ കടന്നുകയറ്റമുണ്ടായത്. ആ സമയത്താണ് മഹാന്മാരായ പണ്ഡിതന്മാരെ വിളിച്ചുരുത്തി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ രൂപകൽപ്പന ചെയ്യുന്നത്. എന്തിന്? ആരുടെ വിശ്വാസം സംരക്ഷിക്കാൻ, കർമ്മങ്ങൾ സംരക്ഷിക്കാൻ. സ്വഹാബികളിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, വിശ്വാസത്തിലെ പാരമ്പര്യം, കർമ്മത്തിലെ പാരമ്പര്യം അത് അറ്റുപോകാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അവരാൽ രൂപീകരിക്കപ്പെട്ട സംഘമാണ് എന്റെ സഹോദരങ്ങളെ. ഇത് ഒരുപാട് ആലിമീങ്ങൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലേ. സുന്നികളുടെ വിശ്വാസം ശരിയായില്ല എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് ഇപ്പോഴും എന്താ യഥാർത്ഥ വിശ്വാസം എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പേരിൽ അവർ 5ഉം 6ഉം 7ഉം 8ഉം വിഭാഗമായി വേർപിരിഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ 8 വിഭാഗം ആളുകൾ. ചില ആളുകൾ പറഞ്ഞു ജിന്നുണ്ട്, ചിലർ പറഞ്ഞു ജിന്നില്ല. ചിലർ പറഞ്ഞു ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയും, ചിലർ പറഞ്ഞു സഹായിക്കാൻ കഴിയില്ല. ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മറഞ്ഞ വഴിയിലൂടെ സഹായം ചെയ്യലാവൂലേ? അത് നമ്മുടെ തൗഹീദിനെ എതിരല്ലേ? അപ്പോൾ തന്നെ തൗഹീദ് എന്നാന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. വിശ്വാസത്തിൽ ഗവേഷണം ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. എന്തുകൊണ്ട് ചിന്തിക്കണം നിങ്ങൾ. സ്വഹാബികൾ പഠിപ്പിച്ച വിശ്വാസം മാറ്റമില്ലാതെ പിന്തുടർന്നത് കൊണ്ടാണ് നമുക്ക് തൗഹീദിൽ ഗവേഷണം ആവശ്യമില്ലാതെ വന്നത്. പഠിച്ചു പോകാതിരുന്നത്. അല്ലാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. കർമ്മ എത്ര ഉണ്ടായാലും ചില മനുഷ്യന്മാർ പറയില്ല, ഓ അയാളെ താടി ഒന്ന് നോക്ക്, അയാളുടെ നിസ്കാരത്തെമ്പൊന്ന് നോക്ക്, അയാൾ സുബഹിയുടെ 1 മണിക്കൂർ മുമ്പേ പള്ളിയിലെത്തുന്ന ആളാ. എന്നാൽ ഒരാളുടെ വിശ്വാസം ശരിയല്ലാതെ അയാൾ കർമ്മം എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാ സൂറത്തുൽ ബഖറയുടെ ആരംഭം എങ്ങനെയാണ്? അലിഫ് ലാം മീം
ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون بالغيب അദർശമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ വയുഖീമൂന الصلاة നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ. വിശ്വാസം പറഞ്ഞിട്ട് ആ കർമ്മം പറഞ്ഞു. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരാളുടെ വിശ്വാസം ശരിയായില്ലേ അയാൾ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. വിശ്വാസം ശരിപ്പെട്ടവരിൽ നിന്ന് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പരിധിയെ കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു അഭിസംബോധനം ചെയ്യുന്നതോ വിശ്വാസികളെ, വിശ്വസിച്ചവരെ, എന്തെങ്കിലും വിശ്വസിച്ചവരെ എന്നല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചവരല്ല. റസൂലുള്ളാഹിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് വിളിച്ചു പറയുന്നവരല്ല. വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ അത് പായാലും അല്ലെങ്കിലും എന്താ ഞമ്മക്കൊന്ന് ചോദിക്കാൻ പറ്റൂല. വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ശരിപ്പെട്ടല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കാതിരുന്നാൽ ഒരാളുടെ വിശ്വാസം ശരിയാവില്ല. വിശ്വാസം ശരിയാവാതിരുന്നാൽ കർമ്മം അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഹമുർറാഹിമീനായ അല്ലാഹുവേ, കർമ്മങ്ങളൊക്കെ നീ ഖബൂലാക്കണേ റബ്ബേ. വിശ്വാസം നേരായ വഴിയിലാക്കണേ അല്ലാഹ്. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ വഴിയിൽ ഏറെ സേവനം ചെയ്തു പോയൊരു മഹാപണ്ഡിതനാണ് ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. അതേപോലെ മഹാനായ കണ്ണീത്ത് ഉസ്താദ് എത്ര സൂക്ഷ്മതയുള്ള മഹാന്മാരായിരുന്നു അറിയോ. പരിശുദ്ധ ഖുർആൻ ആർക്കാ മാർഗദർശനം ചെയ്യുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്ത് നോക്കിയ ആർക്കാ അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുക? സൽമാൻ റുഷ്ദി ഖുർആൻ ഇങ്ങനെ നോക്കിയപ്പോ സൽമാൻ റുഷ്ദിക്ക് കിട്ടിയത് എന്താ? ഖുർആനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണ്. ശ്രദ്ധിക്കണങ്ങളെ, സൽമാൻ റുഷ്ദി പറഞ്ഞു, ആദ്യം പറഞ്ഞു, അവസാനം പറഞ്ഞു എതിരാ, നടുവില് പറഞ്ഞു, പിന്നെ പറഞ്ഞു, തമ്മിൽ തലിം പാരില്ല. സൽമാൻ റുഷ്ദി ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചതാണത്. ആർക്കാണ് അല്ലാഹു ഖുർആനിലൂടെ ഹിദായത്ത് നൽകുന്നത്? ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഹുദൽ ലിൽ മുത്തഖീൻ. എല്ലാം ശ്രദ്ധിക്കണേ, ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ മാർഗദർശനം നൽകുന്നത്. അപ്പൊ മുത്തഖീങ്ങളായ മനുഷ്യന്മാര് ഖുർആൻ നോക്കി പറഞ്ഞു തന്ന കാര്യം അത് സത്യമായിരിക്കുന്നതാണ്. അതാണ് സത്യമായിരിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. ഖുർആന്റെ തഫ്സീറുകൾ റസൂലുള്ളാഹി ആർക്ക് പറഞ്ഞു കൊടുത്തു? സ്വഹാബികൾ അത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഖുർആൻ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റൂല. ചില ആളുകൾ ഡിക്ഷണറി ഉണ്ടായാൽ, അറബി ഭാഷ അറിയുകയും ചെയ്താൽ ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുകൾ അവർ പിഴച്ചുപോയവരാണ്. ഖുർആൻ സ്വന്തം ഇഷ്ടപ്രകാരം അർത്ഥം പറയാൻ പറ്റൂല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. നമ്മൾ വിശദീകരിച്ചു തരും ഖുർആനെ. ثم إن علينا بيانه فإذا قرأناه فاتبع قرآنه لا تحرك به لسانك لتعجل به. ഹബീബായ നബിയേ, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങേക്ക് ഖുർആൻ ഓതിത്തരുമ്പോ മറന്നു പോകുമോ എന്ന പേടിയിൽ നിങ്ങൾ ധൃതിയിൽ നാവ് ചലിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യണ്ട നബിയേ. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه
പരിശുദ്ധമായ ഖുർആനിനെ അത് ഒരുമിച്ച് നൽകേണ്ട അങ്ങേക്ക് അത് ഒരുമിച്ച് കൂട്ടി നൽകേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തതായ റസൂലല്ലാഹ്. അതേപോലെ ഖുർആൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നിങ്ങൾക്ക് നാം ഓതിത്തരും നബിയെ, അതനുസരിച്ച് അങ്ങ് ഓതാവൂ യാ റസൂലല്ലാഹ്. മാത്രമല്ല ثم إن علينا بيانا പരിശുദ്ധമായ ഖുർആന്റെ ഓരോ ആയത്തുകൾ കൊണ്ടുമുള്ള അർത്ഥമെന്ത് എന്ന് നാം നിങ്ങൾക്ക് പറഞ്ഞു തരും യാ റസൂലല്ലാഹ്. അതനുസരിച്ച് മാത്രമേ അങ്ങ് പറയാവൂ നബിയെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് ഓരോ ആയത്തിനും അർത്ഥം കൊടുത്തത്? അത് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതവർ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്തോ? അങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാ നമുക്ക് നമ്മുടെ ഈമാൻ. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അങ്ങനെ പാരമ്പര്യത്തിലൂടെ കിട്ടിയതാ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാർക്കാ? മുത്തഖീങ്ങൾക്കാണ് എന്ന് ഖുർആൻ. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശ്രദ്ധിക്കണേ. മുത്തഖി, ഞാൻ എന്തുകൊണ്ട് കണ്ണി തുതാന് പേക്കൂല എന്നൊക്കെ എങ്ങനെ നിങ്ങളോട് പറയാന്ന് വെറുതെ ചോദിക്കരുത്. ഞാനതാ പറയാൻ പോണത്. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു മാർഗദർശനം നൽകുന്നത്. ആരാ മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്ന്, ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. അല്ലാഹു കൽപ്പനകളൊക്കെയും ചെയ്യുകയും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യലാണ് തഖ്വ. എന്നാൽ തഖ്വക്ക് മറ്റൊരർത്ഥമുണ്ട്. എന്താ മറ്റൊരു വ്യാഖ്യാനം കൊടുത്തത്? തർക്കു മാ ലാ ബിഹി ബഅസുൻ ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ. ശ്രദ്ധിക്കണേ. തർക്കുമാ, ഒരു കാര്യത്തെ ഉപേക്ഷിക്കലാണ്. മാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്തതുകൊണ്ട് യാതൊരു വിരോധവുമില്ല, അങ്ങനെ ഉള്ള ഒരു കാര്യം ഉപേക്ഷിക്കുക. ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, അത് ചെയ്യുന്നത് കാരണം ഞാനൊരു ഹറാമിൽ ചെന്ന് വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട്. മനസ്സിലായില്ല? ഹലാലാണ് ആ കാര്യം, പക്ഷെ അത് മുഖേന ഹറാമിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് ആ ഹലാലും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കാം. അതിനാ തഖ്വ എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു ഖുർആൻ കൊണ്ട് മാർഗദർശനം ചെയ്യുക. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യഹ്ദി ബിഹി കതീറ യുളില്ലു ബിഹി കതീറ വയഹ്ദി ബിഹി കതീറ. ഈ ഖുർആൻ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ വഴിപിഴപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ചില ആൾക്കാർ പറയും, ഓലും ഊതുന്ന ഖുർആനല്ലേ. ചില കേസറ്റൊക്കെ കേട്ടിട്ട് പറയും, അയാൾ എന്തൊരായത്തോതിയിട്ട് എന്തൊരർത്ഥാണാ പറഞ്ഞ്, അത് പറയാനേ പാടില്ല എന്ന് ഖുർആൻ. ഈ ഖുർആൻ കൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ വഴിപിഴപ്പിക്കും. ഖുർആൻ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ മാർഗദർശനം ചെയ്യുകയും ചെയ്യും. നീ ശ്രദ്ധിക്കണേ. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഈ ഖുർആൻ കൊണ്ട് നമ്മൾ മാർഗദർശനം നൽകുന്നത്, ഖുർആൻ കൊണ്ട് നമ്മൾ പിഴപ്പിക്കുന്നത് ഫാസിഖീൻ, ഫിസ്ഖ് ചെയ്യുന്ന ആളുകളെയാണ്. ഫിസ്ഖ് ചെയ്യുന്ന, ദോഷം ചെയ്യുന്ന, സൂക്ഷ്മതയില്ലാത്ത ആളുകൾ ഖുർആൻ കൊണ്ട് പിഴച്ചു പോകും എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാര് ഖുർആനും ഹദീസും വെച്ചിട്ട് ഇജ്തിഹാദ് നടത്തി അങ്ങനെ ഉണ്ടാവും, പിഴച്ചു പോകുന്നു. അൽഹംദുലില്ലാഹ്, തൗഹീദിന്റെ വിഷയത്തിൽ ഇന്ന് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് മാറ്റി പറയേണ്ടി വരാതിരുന്നത് പാരമ്പര്യത്തിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, സ്വഹാബികളിലൂടെ നമുക്ക് കൈവന്ന ആ ഈമാനിൽ അടിയുറച്ച് നമ്മൾ നിന്നതുകൊണ്ടാണ്. ചില തഫ്സീറുകളുണ്ട് മലയാളത്തിൽ, അല്ലേ? ജിന്ന് എന്താ അവര് വ്യാഖ്യാനം കൊടുത്താരോ? ജന്ന മറഞ്ഞു, ജിന്ന് മറഞ്ഞിക്കുന്ന ആളുകൾ. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേക ഒരു വിഭാഗമാണ്. അവർ മനുഷ്യന്മാരെ, സാധാരണ മനുഷ്യന്മാരെ കാണുമ്പോൾ കാട്ടിലേക്ക് ഓടുന്ന ആദിവാസികളാണ് ജിന്ന്. ആലോചിക്കുകയാണ്. ഈ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചാൽ
ഒരാളുടെ വിശ്വാസത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? ഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയാറുള്ളത് സുന്നികൾക്കാണ് പഴച്ചുപോയത് എന്ന്. എന്താ അവർ അങ്ങനെ പറയാൻ കാരണം? അവർ പറയുന്നത് മരിച്ചാലും ആളുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണവർ. നമ്മളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ അറിയൂ? മരിച്ചാലും ജീവിച്ചാലും ഒന്നും ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയില്ല. ഇല്ല ഇതിനില്ല, അള്ളാന്റെ ഇതിനുണ്ടെങ്കിലല്ലാതെ. നമ്മളെ വിശ്വാസം നിങ്ങൾ ആലോചിക്കണം. ഏതാ പക്കാ വിശ്വാസം? നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ ഇതിനുണ്ടായെങ്കിലല്ലാതെ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും മരിച്ചവനാണെങ്കിലും വേറെ ഒരാളെ സഹായിക്കാൻ കഴിയില്ല. ആ സഹായിക്കണോ അള്ളാഹു തന്ന കഴിവ് വേണം എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അള്ളാഹുവിന്റെ ഇതിന് കൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയില്ല. അതാ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ചില ആളുകൾ പറഞ്ഞെന്താ, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാന്റെ ഇതിനോട് സഹായിക്കാൻ കഴിയുള്ളൂ, മരിച്ച ഇതിനോട് സഹായിക്കാൻ കഴിയില്ല. ആ വിശ്വാസത്തിൽ ന്യൂനതയല്ലേ? വിശ്വാസത്തിന്റെ ന്യൂനതയല്ലേ അത്? വിശ്വാസം ശരിയായിട്ടില്ല. അല്ലാഹു എന്താ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരും ഇല്ലാതെ അല്ലാഹുവിനെ സഹായിക്കാൻ കഴിയൂലേ? കഴിയും. പക്ഷേ അല്ലാഹു ഭൂമിയിൽ മനുഷ്യരുമായി അല്ലാഹുവിന്റെ ഇടപെടൽ എല്ലാം നേരിട്ടല്ല മുഖേനയാണ്. മരിപ്പിക്കുന്ന ആരാ? നമ്മളെ മരിപ്പിക്കാറുള്ളത്. ഒരാൾ മരിക്കാണെ മരിപ്പിക്കലാരാ? ഉണ്ടില്ല. നിങ്ങളെന്താ ഉണ്ടാത്ത? എന്നോടെന്താ തെറ്റുണ്ടോ? കൂടുതലൊന്നും പറയില്ല. തങ്ങൾ പാപ്പ വരുന്നേ പറയുള്ളൂ. തങ്ങൾ പാപ്പ എപ്പോഴാ വരുന്നേ? സ്റ്റോപ്പ്. അതുവരെ നമ്മൾ ഈ വിശ്വാസം പറഞ്ഞോളൂ. ആരാ നമ്മളെ മരിപ്പിക്കാൻ? ഉണ്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വിശ്വാസത്തിൽ പ്രശ്നമായോ? ആരെയാ നമ്മളെ മരിപ്പിക്കുന്നത്? അസ്രായീല മരിപ്പിക്കണേ എന്നാ നമ്മൾ പറഞ്ഞ അള്ളാഹു റബ്ബാണ് അസ്രായീൽ ആ കഴിവ് കൊടുത്തത്. അസ്രായീൽ മുഖേനയാണ് അള്ളാഹു ചെയ്യുന്നത്. മുഖേന എന്നല്ലാതെ ഭൂമിയിൽ അള്ളാഹു ആരോടെങ്കിലും നേരിട്ട് ഇടപെടുക എന്ന സ്വഭാവം അള്ളാഹുവിനില്ല. ഞങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതിനാ 1,24,000 പ്രവാചകന്മാർ അള്ളാഹു അയക്കണോ? പഠിച്ചോനെ നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാനാണ് അള്ളാഹ്, നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹുവിലുള്ള തൗഹീദ് പോലും അള്ളാഹു മുഖേനയാണ് നമുക്ക് എത്തിച്ചു തന്നത്. പ്രവാചകന്മാർ മുഖേനയാണ്. അള്ളാഹുവിന്റെ സ്വഭാവം അതാണ്. മഴ പെയ്യിപ്പിക്കുന്നത് ആരാ? ഉണ്ടല്ല, മീകാഈൽ അലൈഹിസ്സലാമാണ്. മഴ പെയ്യിപ്പിക്കുന്നത് മീകാഈല. ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാമ. എന്താ? അള്ളാഹു ഊതാൻ കഴിയാത്തത് അല്ല, അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കണത് അല്ലേ? ഭക്ഷണം കഴിക്കാതെ നമ്മളെ ജീവിപ്പിക്കാൻ അള്ളാഹു കഴിയൂലേ? ഓ, ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് നോക്കുകയാണ്, 2 ദിവസം ഭക്ഷണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ള ആളാന്നല്ലേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. പരിഭാഷ നോക്കി അങ്ങനെയൊക്കെ കാണാം. നിങ്ങൾ തീരുമാനിക്കുക, ഇന്ന ഭക്ഷണം കഴിപ്പിക്കാതെ ജീവിക്കാൻ അള്ളാഹു കഴിയല്ലോ. ഒരാൾ പട്ടിണി കിടന്ന് നോക്കൂ. ശാസ്ത്രം പറയുന്നത് 66 ദിവസമൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. 60ാമത്തെ ദിവസം മരിച്ചു പോയിട്ടുണ്ടാവും. വെള്ളം കുടിക്കാതിരുന്നാൽ 6 ദിവസമേ ഒരാൾക്ക് ജീവിക്കാതിരിക്കാൻ കഴിയൂ. 7ാം ദിവസം അയാൾ മരിച്ചു പോകുമെന്ന്. വെള്ളം കുടിച്ചില്ലെങ്കിൽ അള്ളാഹു എല്ലാത്തിനും കഴിയില്ലല്ലേ? അള്ളാഹു നമ്മുടെ ജീവിതം നിലനിർത്താൻ ഭൂമിയിൽ ഉപയോഗിച്ച രീതി ഭക്ഷണം, അതേപോലെ വെള്ളം. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഭക്ഷണം മുഖേനയല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത്. അള്ളാഹല്ലാതെ ജീവിപ്പിക്കാൻ കഴിയൂല എന്നാണോ? എന്ത് വിശ്വാസമായി പഠിപ്പിക്കുന്നത് ഉമ്മത്തിനെ? എന്ത് വികൃതമാണ് ഈ വിശ്വാസം? ആലോചിക്ക. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എത്ര പക്കയാണ്. ആരാരെ സഹായിച്ചാലും ഇല്ലാ ബിഇദ്നില്ലാഹ്, ആ സഹായത്തിന്റെ എല്ലാം അടിത്തറ അല്ലാഹുവിൽ നിന്നാണ് എന്നാ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മരിച്ചോൻ സഹായിച്ചു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് അല്ലാഹുവിന്റെ ബിഇദ്നില്ലാഹ്, റബ്ബിന്റെ സമ്മതപ്രകാരമാണത്. അങ്ങനെ പിന്നെ ചോദിക്കൽ, അങ്ങനെ സഹായിച്ചതിന് വലിയ തെളിവുണ്ടെന്നോ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിലെ സംഭവങ്ങൾ റസൂലുള്ളാഹി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. സമയമേറെ ഇല്ലാത്തതുകൊണ്ട് ഓരോന്നും പറയാത്തത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ ഉമ്മത്തിന് സമ്മാനമായി 50 വക്ത നമസ്കാരമാണ് അല്ലാഹു നൽകിയത്. അതുമായി ഞാൻ തിരിച്ചു വരുമ്പോഴാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്നെ കാണുന്നത്. മൂസാ നബി എന്നോട് ചോദിച്ചോ, അല്ലാഹു നിങ്ങൾക്ക് വല്ല സമ്മാനവും തന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് നിസ്കാരം സമ്മാനമായി തന്നിട്ടുണ്ട്. എത്ര വക്താണ്? 50 വക്ത്. മൂസ അലൈഹിസ്സലാം, നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ ഉമ്മത്തിന് 2 വക്ത് നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയിട്ട് അതുപോലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പോയി ചുരുക്കി തരാൻ പറയണേ. അപ്പൊ റസൂലുള്ളാന്റെ എത്രയോ മുമ്പ് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാനോട് പറയാ, നബി, ഇത് കയ്യൂരിട്ട് അങ്ങയുടെ ഉമ്മത്തിന് പോയി തിരിച്ചിട്ട് ചുരുക്കി തരാൻ പറയാൻ. റസൂലുള്ളാഹ് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലുമുള്ള മമ്പാട്, അതേപോലെ ആ ഭാഗങ്ങളിലേക്കുള്ള ചില ആളുകൾ, നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള ചില ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ, അവർക്ക് വിശ്വാസ വൈജാത്യം സംഭവിച്ചുവെന്ന വിവരമറിഞ്ഞല്ലോ. എല്ലാ മുസ്ലിം സംഘടനകളും പലരും ശ്രമിച്ചിട്ട് മറുപടി എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി വന്നു ശംസുൽമാന്റെ അടുത്ത്, മഹാനവർകളുടെ അടുത്ത്. അന്ന് പിന്നെ ഇസങ്ങളൊന്നുമില്ല. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഇതൊരു വലിയ ദുരന്ത. അതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് കഴിയൂ. വാദപ്രതിവാദം നടന്നില്ലേ? ആ വാദപ്രതിവാദത്തിൽ തന്നെ ഫത്വ നൽകാനുള്ള പക്വതയിലേക്ക് മഹാനവറുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മഹാന്മാരായ ആലിമീങ്ങളിലെ ഇവിടെ ഖാദിയാനികൾ വന്നപ്പോ ചോദിച്ചല്ലോ, ഖാദിയാനികൾ മുസ്ലിങ്ങളാണോ? ലോകത്ത് ആദ്യം ഖാദിയാനികൾ മുസ്ലിങ്ങളല്ല എന്ന് ഫത്വ കൊടുത്തതാരാ? മഹാനായ ശംസുൽ ഉലമാ നബ്ബറല്ലാഹു മർഖദ. മഹാനവറുകൾ അടക്കമുള്ള പണ്ഡിത സഭ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേസ് കൊടുത്തപ്പോ ഞങ്ങളെ മുസ്ലിങ്ങളായി ഇവർ പരിഗണിക്കുന്നില്ല. കേസ് വാദിക്കാൻ ശംസുൽ ഉലമാ തന്നെ ചെന്നല്ലോ. കോടതി ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂലേന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജഡ്ജി, ഒന്നുകൂടെ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവൂലേന്ന് ചോദിച്ചു. മഹാനവറുകൾ ഒന്നുകൂടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജഡ്ജി, ഒന്നുകൂടെ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു. 3-ാം തവണയും ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആൾ മുസ്ലിം ആവൂലേ? ഉടനെ മഹാനവറുകൾ ചോദിച്ചു, സർ, നിങ്ങളിപ്പോ 3 തവണ പറഞ്ഞില്ലേ, നിങ്ങൾ മുസ്ലിമാണോ? സർ, നിങ്ങളിപ്പത് 3 തവണ പറഞ്ഞില്ലേ, നിങ്ങൾ മുസ്ലിമാണോ? അപ്പൊ ആ ബുദ്ധിയൊക്കെ അള്ളാഹു അപ്പപ്പ നൽകുന്നതാണ്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. അപ്പപ്പോൾ അള്ളാഹു നൽകുന്നതാണ് ആ ഹിക്മത്തുകൾ. അത് അള്ളാഹു നൽകുന്നതാർക്കാ? അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് മാർഗദർശനം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു തന്ന വഴികൾ നിങ്ങൾക്ക് പിഴച്ച വഴിയാവൂല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവരെ കുറിച്ചോ, കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മതയെ കുറിച്ച് പറയണോ? ആ മഹാനെ കുറിച്ച് പറയണോ? മഹാനവറുകൾ വായക്കാട്ടൻ ദാറുൽ ഉലൂമിൽ ദർസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ദർസ് നടത്തുന്ന സമയത്താണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മഹാനവറുകൾക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയുള്ള ഉസ്താദുമാർക്ക് ഓരോ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ ചെലവ്. ബക്കറ്റ്, ഈ ബക്കറ്റ് നിങ്ങളടുത്തേക്ക് വരുന്നു. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2 ദിവസത്തെ പരിപാടിയാണ്. പരമമായ മറ്റൊരു ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. സഹചാരി റിലീഫ് സെല്ലിന്റെ ഭാഗമായിട്ട് കൂടെ ഇനി പരിപാടി ഇവിടെ നടക്കുന്നത്. സഹചാരി നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ സേവനം ചെയ്യുന്നത് ഞാൻ പറയണ്ട. കേരളം ഒട്ടാകെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഞങ്ങളോട് പറയണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എന്താ ചെയ്യണമെന്നും നിങ്ങളോട് പറയണ്ട. കാരണം നിങ്ങൾ അത് അനുഭവിച്ചിരിക്കുന്ന ആളുകളാണ്. രോഗികളായ ആളുകൾക്ക് മരുന്ന് നൽകുക, അവശരായ രോഗികളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് അകമഴിഞ്ഞ് ഇതിനെ സഹായിക്കണം. എത്ര റുപ്യയുടെ ഇവിടെ ബക്കറ്റില് ഇവിടെ സാധാരണ ബക്കറ്റിൽ ഇടാൻ ഉപയോഗിക്കുക? എത്ര റുപ്യ ഇല്ലേ? സാധാരണ ഇങ്ങനെ ബക്കറ്റൊക്കെ വന്നാൽ എന്താ ഇടല്? 10 റുപ്യ, 100 റുപ്യ,
എന്നൊക്കെ പറയുള്ളൂ. ഈ ബക്കറ്റ് പറഞ്ഞാൽ ശരിക്കേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ സ്വതക്ക ചെയ്താൽ വഖഅത്ത് ഫീ യദില്ല, ആ സ്വതക്ക അള്ളാന്റെ കയ്യിലാണ് വീണത്. വഖഅത്ത് ഫീ യദില്ല, ഒരാൾ സ്വതക്ക ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കയ്യിലാണത് വീഴുന്നത്. ഞാൻ എൻ്റെ റബ്ബിന്റെ കയ്യിക്കാ വെച്ചു കൊടുക്കണെന്നൊന്ന് വിചാരിച്ചിട്ട് സ്വതക്ക ചെയ്തു. ഞാൻ ഈ വെച്ചു കൊടുക്കുന്നത് എൻ്റെ റബ്ബിന്റെ കയ്യിലേക്കാണ്. അപ്പൊ സെക്രട്ടറി വന്നാലും ഒരേപോലെ കൊടുക്കും, ഒരു കുട്ടി വന്നാലും ഒരേപോലെ കൊടുക്കും. അത് ഖത്തീബ് ഉസ്താദ് വന്നാ 500 കൊടുത്താൽ പോരടി, 2000 കൊടുക്കും. മാഫി ഫായിദ, മാഫി ഫായിദ, ഒരു ഫായിദില്ല. ഖത്തീബ് ഉസ്താദ് വന്നാലും 1 ലക്ഷം കൊടുക്കും. ചെറിയൊരു PM കുട്ടിനെ പറഞ്ഞ ചവനും കൊടുക്കും 1 ലക്ഷം. അള്ളാനെ വിചാരിച്ചു കൊടുക്കണം, എങ്ങനെ കൊടുക്കാം? പണ്ട് ഏതൊരു മോലാളിൻ്റെ അടുത്തൊരു യാചകം വന്ന് കൈ കാണിച്ചപ്പോൾ അയാൾ 10 റുപ്യ എടുത്തെടുത്തു. 10 റുപ്യ എടുത്തു കൊടുത്ത പാടെ 10 റുപ്യനെ കോയിനെ ഇത് പിടിച്ചിട്ട് ഇയാൾ മോലാളിൻ്റെ മുഖത്ത് കയറിയാ നോക്കി. ഇയാൾ എന്താന്ന് അല്ല ആചാരി 10 റുപ്യ ചായയും കടിയും കിട്ടൂല ആചാരി. 10 റുപ്യക്ക് ചായയും കടിയും കിട്ടൂല. നോക്കുമ്പോൾ ചായ മാത്രമേ കിട്ടുള്ളൂ, കടി കിട്ടൂല. കടിക്ക് വേറെ പൈസ വേറെ. ഇങ്ങനെ ബക്കറ്റ് ദീന്റെ കാര്യത്തിനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ ഉസ്താദ് തന്നെയാണ് ആള്, മൂപ്പരെ ഭാര്യ ഏട്ടൻ്റെ ഭാര്യ എല്ലാവരും കൂടി നാട്ടിൽ വയലുണ്ടാവും. വയല് കേൾക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ ഇയാളുടെ ഭാര്യനോട് ഏട്ടൻ്റെ ഭാര്യ ചൊല്ലല്ല, കുഞ്ഞോളെ എൻ്റെ അടുത്ത് 10 റുപ്യ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തിനാ 10 റുപ്യ? അല്ല ബക്കറ്റിൽ ഇടാനാ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഒക്കെ 500, 100, 2000 ഒക്കെ ഉള്ളൂ, 10 റുപ്യ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ബക്കറ്റ് വന്ന 10 റുപ്യ ഇടേണ്ട സാധനമാണ്. എല്ലാ ആളുകളും നിങ്ങളെ പോക്കറ്റിലുള്ള ഏറ്റവും നല്ല പൈസ ഏതാ അത് എടുത്തിട്ട് കൊടുക്കണം. നാളെ കൊടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അള്ളാഹുവാണ് ആയുസ് നിശ്ചയിക്കുന്നവൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ ഞാൻ അതിലിട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹീമീനായ അല്ലാഹ്, സ്വതക്ക ചെയ്യുന്ന എല്ലാ ആളുകളുടെ സ്വതക്കയും നീ കബൂലാക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആ ബക്കറ്റിലെ പൈസ എണ്ണി കഴിഞ്ഞാൽ പറയണം കേട്ടോ. നമ്മുടെ ഇടരിക്കൂടെ എങ്ങനെ ഉഷാറുണ്ട് നോക്കട്ടെ. ഞാൻ ഖുർആൻ ക്ലാസ് തുടങ്ങണേ എന്താ പറയണ്ടേന്ന് തിരിയല്ലോ. തമാശ പറഞ്ഞാൽ കുട്ടികൾ വരുന്നുണ്ട്, എല്ലാ രോഗം വഴിഞ്ഞ് സഹായിക്കണം. റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ മഹാരോഗങ്ങൾക്ക് അല്ലാഹു കാവലാക്കി തരട്ടെ. അല്ലാഹുവേ നീ കാവലാക്കി തരണേ അല്ലാ. മഹാനായ കണ്ണിയത്തുത്താദിന് എല്ലാ ദിവസവും കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന്. ആ വീട്ടുനാഥൻ മരണപ്പെട്ട അന്ന് ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നാളെ മുതൽ ആ വീട്ടിൽ നിന്ന് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞേക്കണേ. കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ ആ വീട്ടിൽ പറഞ്ഞു, ഉസ്താദ് നാളെ മുതൽ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീട്ടുകാർക്ക് വല്ലാത്ത ടെൻഷനായി. അവർ പറഞ്ഞു, ഭാരവാഹികളോട് നിങ്ങൾ ഉസ്താദിനോട് പറയണം, അപ്പ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനുള്ള പ്രയാസങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട്. പിന്നെ ഉസ്താദിനായി ഞങ്ങൾ വേറെ കഞ്ഞി ഉണ്ടാക്കാറില്ല, ഞങ്ങൾക്കുണ്ടാക്കുന്നതിൽ നിന്നൊരു വിഹിതം എടുത്തു കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് അത് നിലനിർത്താൻ പറയണേ. കമ്മിറ്റി ഭാരവാഹി ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു, അവരുടെ കഞ്ഞി കുടിക്കാൻ എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല, ഇന്നലെ വരെ ഞാൻ കുടിച്ച കഞ്ഞ് ആ വീട്ടുനാഥന്റെ കഞ്ഞായിരുന്നു. അയാളുടെ സ്വത്തിന്റെ അവകാശികൾ അയാളുടെ ഭാര്യയും മക്കളുമായി, അവരുടേതും കഴിക്കുന്നത് എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല. പക്ഷെ അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകന് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് അവൻ യതീമാണ്. ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വന്നാൽ ആ കഞ്ഞിയിൽ യതീമിന്റെ അംശമുണ്ടാകും. കണ്ണിയത്ത് അഹമ്മദ് തന്റെ വയറിലേക്ക് യതീമിന്റെ അംശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ പുഷ്പം പോലെ തങ്കം പോലെയുള്ള ഒരു പണ്ഡിത നേതൃത്വത്തെ എടുത്തു കാണിക്കാൻ കഴിയോ വേറെ എവിടെയെങ്കിലും? കേരള ചരിത്രത്തിൽ എടുത്തു കാണിക്കാൻ കഴിയോ? സൂക്ഷ്മതയുടെ ആഴം. മഹാനായ ഉസ്താദ് അവരുടെ ഉളൂ ചെയ്യുന്ന സമയത്ത് ഉസ്താദ് അവരുടെ പോക്കറ്റിൽ പഴയ കാലത്തെ 200 എടുക്കുന്ന ഹൗലല്ലേ, 200 കൊടുത്ത പിന്നെ കാലിക്കാൻ നീച്ചിട്ട് ഈ മറ്റേ ചിരട്ടോണ്ടുണ്ടാക്കിയ കയ്യിലോണ്ട് വെള്ളം കോരി പാരാണ് ചെയ്യുക. കുഞ്ഞിന്ന് ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് 50 പൈസ കൊഴിഞ്ഞു പോയി. 1/2 റുപ്യ കൊഴിഞ്ഞപ്പോൾ ഉസ്താദിന് ഭയങ്കര ബേജാറ്. ഉസ്താദ് ഒരാളങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ 1/2 റുപ്യ എടുത്തെന്നാൽ 1/4 റുപ്യ കൊഴിഞ്ഞു പോയി.
1,000 നീ എടുത്തെന്ന 1/2 റുപ്യ എനിക്ക് കൂലി തരാന്ന്. 1,000 റുപ്യ ഹൗദിൽ കൊടിഞ്ഞു പോയി 25 പൈസ എടുത്തെന്നാൽ 50 പൈസ കൂലി തരാം. സാധാരണ ഒരാൾ കേട്ടാ ഇത് പൊട്ടത്തരാന്നല്ല തോന്നുന്നത്. ഇത് എടുത്തു കൊടുത്തു. ഒരാൾ ഇത് ചോദിച്ചു, ഉസ്താദേ ആ 1,000 റുപ്യ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു 1,000 റുപ്യയുടെ നഷ്ടാവൂലെന്നല്ലോ എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് 1,000 റുപ്യ പോയതിന് 1,000 റുപ്യയും കൂടി നഷ്ടല്ലേ, 50 പൈസ പോയില്ലേന്ന് വെച്ചപ്പോ മഹാൻ പറഞ്ഞെന്തറിയോ, നാളെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നാൽ 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കാൽപാദം മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമഹ ഹത്താ യുസ്അല അൻ 40 മറുപടി പറയാതെ 1 ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒന്ന് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. അല്ലാഹു തന്ന സ്വത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ആ സ്വത്ത് എവിടെന്നാ സമ്പാദിച്ചത്, എന്തിലാ കൊണ്ടുപോയി ചെലവഴിച്ചത് എന്ന് മഹാനവറുകൾ ചോദിക്കാണ്. ഈ ഞാൻ എടുക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്താ പറയാ? കണ്ണിയത്ത് അഹമ്മദേ, നിന്റെ 25 ലക്ഷം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഹൗലിൽ പോയിട്ട് എടുക്കാൻ മടിച്ചിട്ട് ഞാൻ എടുക്കില്ല എന്നാണോ പറയാ? ഇപ്പോൾ എനിക്ക് എന്റെ റബ്ബിനോട് മറുപടി പറയാലോ. കണ്ണിയത്ത് അഹമ്മദേ, നിന്റെ പണം ഇതുവെന്ന് ചോദിച്ചാൽ അല്ലാഹുവേ, എന്റെ 25 പൈസ 1,000 റുപ്യ കൊല്ലത്തിൽ പോയിരുന്നു റബ്ബേ, അതെടുത്തു തരാൻ വേണ്ടി 50 റുപ്യ 1/2 റുപ്യ ഞാൻ കൂലി കൊടുത്തു റബ്ബേ എന്ന് എനിക്ക് എന്റെ റബ്ബിനോട് മറുപടി പറയാലോ. എനിക്ക് എന്റെ റബ്ബിനോട് മറുപടി പറയാലോ. നിങ്ങൾ ആലോചിക്കണം സൂക്ഷ്മതയുടെ ആഴത്തെക്കുറിച്ച്. ഇങ്ങനൊക്കെ ജീവിച്ചു പോയ ആളുകൾക്ക് പഴച്ചുപോയി. അവരൊക്കെ മൗലിദ് ഓതിയവരാണ്, അതുകൊണ്ട് അവരെല്ലാം മുശ്രിക്കീങ്ങളായി ചത്തുപോയവരാണ് എന്ന് നിസ്സങ്കോചം പ്രഭാഷണം നടത്തുന്ന ആളുകൾ നെഞ്ഞത്തൊന്ന് കൈവച്ചു ചിന്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അവർ നെഞ്ചത്ത് കൈവച്ചാലോചിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ സമയത്ത്. സഹോദരങ്ങളെ, അല്ലേ, മഹാനവർകൾ വഫാത്താകുന്ന ദിവസം ഉളൂ ചെയ്തിട്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ ഉളൂയോടുകൂടെ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ അങ്ങനെ ചോദിച്ചെന്തറിയോ, ഇശായോ, ബാങ്ക് കൊടുത്തോ, ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കാനാണ്, ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കാനാണ്, ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കാനാണ്. പിന്നെ ചോദിക്കണം മുഴുവനും ബാങ്ക് കൊടുത്തോ, നിസ്കാരം നിസ്കാരം നിസ്കാരം. അത് പറഞ്ഞിട്ട് ആ മഹാനവർകൾ ലോകത്തോട് വിട പറഞ്ഞു. അവസാന സമയത്തുള്ള ചിന്ത മുഴുവൻ അങ്ങനെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ കിടക്കുകയാണ്. ആ രോഗത്തിലാണല്ലോ, വഫാത്തിന്റെ ഘട്ടത്തിലാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന അസഹനീയമായി സഹിക്കാനും കഴിയുന്നില്ല. പുണ്യ നബി എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് തോന്നി. റസൂലുള്ളാഹിക്ക് എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നലുണ്ടെന്ന് തോന്നിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൈകൊണ്ട് താങ്ങിക്കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ തന്റെ നെഞ്ചോട് ചാർത്തി കിടത്തിയല്ലോ. ബൈന സുദരി ബൈന നഹരി വസുദരി. റസൂലുള്ളാഹിന്റെ ശിരസ് എന്റെ നെഞ്ചിന്റെയും ഖണ്ഡത്തിന്റെയും ഇടക്കാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നിട്ട് ഹബീബ് റളിയല്ലാഹു അൻഹ ആ ചുണ്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് പറയുന്നത്? റസൂലുള്ളാഹിന്റെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുത്തു വേണം പുണ്യ നബിയെ ഭൂമിയിൽ നിന്ന് യാത്രയാക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആ ചുണ്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആ ചുണ്ട് ഇങ്ങനെ ഇളകുന്നുണ്ട്. തൊട്ടടുത്തുള്ള ആൾ വെച്ച് നോക്കുമ്പോൾ ആ പുണ്യഭൂമാനം പറയുന്നത് അസ്വലാ അസ്വലാ അസ്വലാ. സ്വഹാബ, നിസ്കാരം നിസ്കാരം നിസ്കാരം. ഇതാണ് ആ ഹബീബ് പറഞ്ഞത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. എന്നിട്ട് എന്താ പറഞ്ഞ, 60 ലക്ഷം മുടക്കിയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെ മോളോ? അപ്പൊ എന്നോട് എന്റെ മോളും കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും പഠിപ്പിച്ചത്? അതിന്റെ അമ്മായിന്റെ മോള് ഡോക്ടർ. അപ്പൊ
ഡോക്ടറാന്ന് പറയാൻ ഞാൻ മോശല്ലേ? അങ്ങനെ അതിനാ പറയല് വിഡ്ഢി എന്നല്ല പമ്പര വിഡ്ഢി, വിഡ്ഢി എന്നല്ല പമ്പര വിഡ്ഢി. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മത്തിൽ ഒളിച്ചോട്ടുണ്ടായതെപ്പോഴാണ്? ഈ ഉമ്മത്തിൽ ഒളിച്ചോട്ടമുണ്ടായതെപ്പോഴാണ്? ഈ ഉമ്മത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റതെപ്പോഴാണ്? ആലോചിക്കണം നിങ്ങൾ. എന്തേ നമ്മളും പറഞ്ഞു മിക്സഡ് വിദ്യാഭ്യാസം എന്ന്. പഠിക്കണ്ട ഇസ്ലാം പറഞ്ഞിട്ടില്ല. പഠിക്കാം എന്റെ സഹോദരി, പഠിക്കാം. പക്ഷേ നിനക്ക് ചില നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്. നീ പരസ്യമായി രംഗപ്രവേശനം ചെയ്യേണ്ടവളല്ല. ചെയ്താൽ നിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് സത്യമല്ലേ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും സത്യമല്ലേ? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് തന്റെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു തന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പലതവണ മാനഭംഗപ്പെടുത്തപ്പെടാനുള്ള കാരണം അവൾ പരസ്യമായി ഇറങ്ങി നടന്നതാണ് എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് അവളോട് പറഞ്ഞല്ലോ, നടക്കരുത്. നിന്റെ മാംസള ഭാഗങ്ങളിൽ ആകട്ടരായവർ നിന്നെ കൊത്തിവലിച്ചു കൊണ്ടുപോകുമെന്ന്. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറഞ്ഞത്. ഒരു പെണ്ണിന്റെ പ്രധാനമായ പ്രവർത്തന മേഖല അവരുടെ വീടാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വീടാണ്. പഞ്ചായത്ത് റോഡ് പൊളിഞ്ഞാൽ ഒരിക്കലും പെണ്ണിനോട് ചോദിക്കൂല, എന്തേ പഞ്ചായത്ത് റോഡ് പൊളിഞ്ഞു പോയത്? എന്നാൽ നിന്റെ വീട്ടിന്റെ അകത്തൊരു കുട്ടി, നിന്റെ വീട്ടിന്റെ അകത്തൊരു കുട്ടി പിഴച്ചു പോയാൽ, നിന്റെ മകൾ പിഴച്ചു പോയാൽ, മകൻ പിഴച്ചു പോയാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ബാധ്യത എന്ന് പരിശുദ്ധമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളെല്ലാവരും ഇടയന്മാരാണ്. നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് والرجل راع في أهله ومسؤول عن رعيته. ഒരു പുരുഷൻ തന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. അവരിൽ നടന്ന എല്ലാ അനർത്ഥങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത പുരുഷനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണിന് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വീടിന്റെ അകത്തളമാണ് അവരുടെ പ്രവർത്തന മേഖലയെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിന്റെ അകത്തളമാണ് അവരുടെ പ്രവർത്തന മേഖല. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ പെണ്ണ് ചോദ്യം ചെയ്യപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെണ്ണിങ്ങനെ ഇറങ്ങിയേക്കണ്ടോളല്ല, ഇങ്ങനെയല്ല. പെണ്ണ് വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടേണ്ടവളാണ്. അത്യാവശ്യത്തിനൊക്കെ അവൾക്ക് പുറത്തിറങ്ങാം. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ധരിക്കണോ. എന്തുകൊണ്ട്? നിങ്ങളുടെ ശരീരം ആ സൗന്ദര്യം വെളിച്ചത്തുകൊണ്ടാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരാൻ സാധ്യതയുണ്ട്. പണ്ടൊരു ഒരു കുട്ടി എറണാകുളത്ത് നിന്ന് പെണ്ണ് കാണൽ ചടങ്ങിന് പോണ സമയത്തല്ലേ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ഒരുത്തനൊരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചതും കൊലപാതകം നടന്നതും. ഭാര്യ സോഷ്യൽ വർക്കിന് ഇറങ്ങിയതാണ്, പെണ്ണ് സോഷ്യൽ വർക്കിന് ഇറങ്ങിയതാണ്. നാട്ടുകാരെ നന്നാക്കാൻ നോക്കിയപ്പോ ഓന് ഭാര്യ ഇല്ല. ഓന്റെ ഭാര്യ പിന്നെ വേറെയുള്ള ആൾക്കാരുടെ കൂടെ ഒളിച്ചോടി നകയ്ക്കണം. അതുകൊണ്ട് സാറേ പഞ്ചായത്തിൽ പിന്നെ എങ്ങനെ പോവാ? എങ്ങനെ ഇപ്പൊ പഞ്ചായത്തിന്റെ പ്രസിഡന്റാവുക? അതൊന്നും നിങ്ങൾ ആവേണ്ടിയല്ല. പക്ഷെ ഈ രാജ്യത്തെ നിയമത്തിൽ സ്ത്രീകൾക്ക് ഇത്ര സംവരണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടോ. പെണ്ണ് മത്സരിക്കലില്ലാതെ നിർവാഹമില്ലാതെയായി സമുദായത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭീഷണി ഉണ്ടാകരുതെന്ന് കരുതി വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മത്സരിക്കാം എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം തങ്ങന്മാരുടെ കൂടെ പോയി സ്റ്റേജിലിരിക്കാം എന്ന് ദീൻ പറഞ്ഞിട്ടില്ല.
ആരാ പറഞ്ഞത് നിനക്ക് പൊതുവേദി പങ്കിടാമെന്ന്? എന്തിനാണ് പാവം സയ്യിദുമാരുടെ ആത്മാഭിമാനം നിങ്ങൾ ക്ഷതം വരുത്തുന്നതിന്തിനാ പെങ്ങളെ നിന്നോട് ഇസ്ലാമികമായി ചട്ടക്കൂട്ടിൽ നിന്ന് മത്സരിക്കാമെന്നേ പറഞ്ഞുള്ളൂ. പാടില്ല. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യണേ. ഇവിടുന്ന് വീട്ടിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണേ, പിന്നെ പള്ളിയിൽ നിസ്കരിക്കണേ അല്ല. ആ ആയത്തിന്റെ ശൈലി എന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണേ. വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീ പൊതു സമൂഹത്തിൽ അവൾ വ്യാപനം നടത്തിയ പോലെ നിങ്ങളും വ്യവഹാരങ്ങൾ നടത്തരുത്, പരസ്യമായി ഇറങ്ങി നടക്കരുത്. പിന്നെയോ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യണേ. അപ്പൊ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അപ്പൊ പിന്നെ ചോദിക്കരുത്. ചില ആളുകൾ സമൂഹത്തെ അങ്ങനെ പിരികേറ്റ, ഇങ്ങനെ ഈ പഠിച്ച പെൺകുട്ടികളൊക്കെ അല്ലേ, ഓലൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്താ അങ്ങനെ ആയാല് നമ്മൾ കേസ് കൊടുക്കും അല്ലേ? കേസ് കൊടുക്കും എന്ന് പറഞ്ഞാരാ? പണ്ടേ പെണ്ണ് പള്ളി പോകണമെന്ന് പറഞ്ഞ ആൾക്കാരാ. ഓലെ പ്രതിനിധിയായി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും കോടതിയെ സമീപിക്കാൻ പോവാൻ. കേരളത്തിലെ എല്ലാ അഹ്ലുസുന്നത്തിന്റെ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രവേശനം വേണമേ എന്ന്. അപ്പോഴാണ് സമസ്തയുടെ സിംഹഗർജനം ആലിക്കുട്ടി മുസ്ലിയാർ അല്ലാഹു മഹാനവറുകൾക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. എളിമയുള്ള സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാർക്കശ്യം നമ്മൾ ആരും കണ്ടിട്ടില്ല എന്ന്. എന്നാൽ ചില ആളുകൾ ചോദിച്ചല്ല അവരോട്, സ്ത്രീകളെ പള്ളിയിൽ കയറ്റേണ്ടി വന്നെങ്കിലോ കയറ്റണം എന്ന വാദമുണ്ടല്ലോ, കേസിന് പോകുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു സ്ത്രീകളെ പള്ളിയിൽ കയറ്റൂല, കോടതി കയറ്റണം എന്ന് പറഞ്ഞാലോ ആര് പറഞ്ഞാലും കയറ്റൂല എന്ന്. സിംഹഗർജനം പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ് എന്റെ സഹോദരങ്ങളെ പറഞ്ഞു. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة. നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. വആതീന സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യണേ. വഅഖിംന സ്വലാത വആതീന സകാത്ത് വഅതിഅന അല്ലാഹ വറസൂല. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ലോക വിശ്രുതയായ പണ്ഡിതയായിരുന്നല്ലോ. പെണ്ണ് പഠിക്കണ്ടെന്നൊന്നും ഇസ്ലാം പറഞ്ഞില്ല. പെണ്ണ് പഠിക്കേണ്ടി എന്താ? ആദ്യം നിർബന്ധമായതാണ് പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന് അടിത്തറ പഠിക്കണം ഒരു പെണ്ണ് അല്ലേ? മദ്രസ 5ാം ക്ലാസ് ആയ സ്ഥലത്തുള്ള സ്ഥിതി അതാ. 5ാം ക്ലാസ് ആയ പിന്നെ കുട്ടികളില്ല. 5ാം ക്ലാസ് എന്നല്ല മദ്രസയിലെ കുട്ടികൾ പറഞ്ഞു. 5 കഴിഞ്ഞാൽ അവക്ക് പിന്നെ സ്കൂൾ തമ്പാടും പഠിക്കാണ്ടെന്ന് പറയാം. സ്കൂൾ തമ്പാടും പഠിക്കാണ്ട് എന്താ? സ്കൂളത്തെ മദ്രസത്തെ ഒന്നിച്ച് പഠിച്ചാൽ തലേ കയറൂലേ? നമ്മൾ വെറും ന്യായങ്ങൾ പറയുകയാണ്. എന്നിട്ടോ മക്കൾ അവസാനം നാശമായാൽ നെഞ്ചത്ത് കൈവച്ചു ഒട്ടിക്കരയുകയും ചെയ്യുക. ഇവിടെ കോടതിയിൽ നിന്ന് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ ഈ നിൽക്കുന്നതിന്റെ കണ്ണൂർ ഒരുപാട് സംഭവം. കണ്ണൂർ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ഇല്ലാന്നൊന്നുമല്ല പറഞ്ഞില്ലേ. കണ്ണൂർ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഇത് തലശ്ശേരിയിലും മട്ടന്നൂരിൽ കോടതിയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കോടതി ചോദിച്ചു, നിന്റെ ഉമ്മയും ഉപ്പയുമാണ് ആ നിൽക്കുന്നത്. നിന്നെ കേവലം ദിവസങ്ങൾക്ക് മുമ്പ് പ്രേമിച്ചു തുടങ്ങിയ ഒരുത്തനാണ്. ആരുടെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോ കോടതിയോട് പറയാണ്, ജഡ്ജിയോട് പറയാണ്, അല്ല സർ, അങ്ങനെ ഒരു തന്തയും തള്ളയും എനിക്കില്ല. തന്തയും തള്ളയും ആരാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം മക്കൾ കൊടുക്കണോ? നിങ്ങൾ LKG മുതൽ PhD വരെയുള്ള സിലബസ് മുഴുവൻ നിങ്ങൾ ഒരധ്യായം പോലും വാപ്പയെന്നോ ഉമ്മയെന്നോ ഫാദറെന്നോ മദറെന്നോ പറയുന്ന ഒരു അധ്യായം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിദ്യയില ഉമ്മയാരാ ഉപ്പയാരാ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്.
അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തോണ്ടല്ലേ എന്നത്തെ കുട്ടികൾ പറഞ്ഞേ. എന്താ അങ്ങനത്തെ ഒരാൾ, അയാളല്ലാതെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വാപ്പന്റെ മൂത്ത് നോക്കിയിട്ടാ പറഞ്ഞത്. എന്താ കാരണം? വാപ്പ ആരാന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഉമ്മയാരാന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഉമ്മയുടെ പ്രസക്തി എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവൾ ഉമ്മയെ ഭീഷണിപ്പെടുത്താൻ, അയാളല്ലാതെ ഞാൻ കല്യാണം കഴിക്കില്ല, അല്ലാതെ എനിക്ക് ഭർത്താവായി നിങ്ങൾ തെരഞ്ഞെടുത്താൽ ഉമ്മയെയും ഉപ്പയെയും മരണം വരെ ഞാൻ ജയിലിലടക്കും, ഞാനൊരു കഷ്ടം കയറി ചിലവാക്കി ഞാൻ തൂങ്ങി മരിക്കുമെന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന കാല. എന്താ കാരണം? വാപ്പയാരാണ് എന്ന് പഠിപ്പിച്ച ദീനുണ്ട്, ഉമ്മയാരാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഗ്രന്ഥമുണ്ട്, പരിശുദ്ധമായ ഖുർആൻ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ وبالوالدين إحسانا إما يبلغن الكبر أحدهما أو كلاهما فلا تقل لهما أف وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഇത് വാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ മക്കൾ വാപ്പയെ അനുസരിക്കുന്നവരാവും? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ സഹോദരങ്ങളോട്, ഈ ഉമ്മത്തിലെ അവസാനത്തെ ദീനിന്റെ ചൈതന്യവും ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഞ്ചിതരായി പോകരുത് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസം പൊന്നുപോലെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലേ, പൊന്നെവിടെ സൂക്ഷിക്കലേ? പൊന്നെവിടെയാ സൂക്ഷിക്കുക? നിങ്ങൾ മുണ്ടില്ല. പൊന്നെവിടെയാണ് സൂക്ഷിക്കുക? കാതിലോ? പൊന്ന് സൂക്ഷിക്കലെവിടെ? അലമാറയില്. എവിടെ? അലമാറ തുറക്കും, അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു വെൽപ്പുണ്ടാവും, അത് തുറക്കും. അതിന്റെ ഉള്ളിൽ പിന്നെ മേലുണ്ട് ഒരു കള്ളവെൽപ്പ് എന്ന സാധനം. അല്ലേ, കള്ളവെൽപ്പ് തന്നെതാ, കള്ളന് പിടികെട്ടാത്ത വെൽപ്പ് എന്നതില്ല. അതിൻ്റെ ഉള്ളിലാ സൂക്ഷിച്ചു. എന്താ? ആരും കാണാത്തിടത്ത് ഒരാൾ തുറന്നു വന്നാൽ തന്നെ അയാൾക്ക് ഇത് കിട്ടരുത്. അതുപോലെ സൂക്ഷിക്കണം ഈമാൻ. ചില മനുഷ്യന്മാരുടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ചെവിക്കൂടി. ഇവിടത്തും എടരിക്കോട് ഇപ്പം ഇന്നൊരു പരിപാടി എന്ന് വിചാരിക്കുക, മറ്റന്നാൾ ഇതിനെതിരായി ഒരു ആടി പോയി, അതിന്റെ പിറ്റേന് അതിനും എതിരായി പരിപാടി നിൽക്കാം, ഓലും ആടെ പോയി. എന്നിട്ട് അവർ പറയാ, എല്ലാം ഒന്ന് കേട്ടു നോക്കട്ടെ, ഏതാണ് ശരി ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി നേരത്തെ നിങ്ങൾക്ക് അറിയാണമെന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ആദ്യം തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ്. എന്നാൽ ഹിദായത്ത് പറഞ്ഞാണ് പരിശുദ്ധമായ ഖുർആൻ തുടങ്ങിയത്. സൂറത്തുൽ ഫാത്തിഹയിലെ പ്രധാന പ്രമേയം ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ഹിദായത്താണല്ലോ. ആദ്യത്തെ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് ഹിദായത്തിനെ കുറിച്ചാണ്. എന്നാൽ അവസാനത്തെ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് ഇവിടെ സൂക്ഷിക്കണേ എന്നാ ഖുർആൻ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس الجنة والناس. ഹൃദയം സൂക്ഷിക്കണേ. ഇവിടെയാണ് സംശയങ്ങൾ ജനിക്കുക. അതുകൊണ്ട് നിങ്ങൾ നെഞ്ഞ് സൂക്ഷിക്കണേ, ഹൃദയം സൂക്ഷിക്കണേ. അല്ലേ, ഡോക്ടർമാർ പറയില്ല അങ്ങനെ, ഹാർട്ട് സൂക്ഷിക്കണേ. ഹാർട്ട് സൂക്ഷിക്കണേ, എന്ത് സൂക്ഷിക്കണം? ഓല് പറഞ്ഞതിന്റെ അതിലേക്കുള്ള ഞരമ്പൊന്നും ബ്ലോക്കായി പോകണ്ടാണ്. ഖുർആൻ പറഞ്ഞത് ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ വൈകല്യം വരാതിരിക്കാൻ നിങ്ങൾ ഹൃദയം സൂക്ഷിക്കണം. ഹൃദയം സൂക്ഷിക്കണമെങ്കിൽ ഇത് സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കണം. ഹൃദയത്തിലേക്ക് ആശയങ്ങൾ കടന്നു പോകുന്നത് ചെവിയിലൂടെയാണ്. അതുകൊണ്ട് എല്ലായിടത്തും പോയി ചെവി വെച്ചു കൊടുക്കരുത് എന്ന് ഖുർആൻ. എല്ലാം കേൾക്കരുത്, എല്ലാം വായിക്കരുത്.
മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുൻ വേദങ്ങൾ വായിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് കണ്ടപ്പോഴാ ദേഷ്യം പിടിച്ചത്. മുൻ വേദങ്ങൾ വായിക്കുന്നത് കണ്ടപ്പോഴാ ദേഷ്യം പിടിച്ചതിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉറക്കാത്തത് കൊണ്ടല്ല, ഈ സമുദായത്തെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ്. അതുകൊണ്ട് എല്ലാ കേസറ്റും കേൾക്കരുത്. കയ്യിലുള്ള മൊബൈൽ നോക്കിയ ആരുടെ പ്രഭാഷണം വേണമെങ്കിലും കേൾക്കാൻ പറ്റാവുന്ന കാലാണ്. ചില ആളുകൾ വന്നിട്ട് പറയും, ഇതൊന്ന് കേട്ടോക്കി, ഇതൊന്ന് കേട്ടോക്കി, കേട്ടിട്ട് അഭിപ്രായം പറയുമെന്നാ പറയാ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഹൃദയത്തിലേക്ക് വസ്വാസ് വരുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത് എന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ദുആയിലേക്ക് മഹാനായ തങ്ങൾ അവർകളെ വേദിയിലെത്തിയാൽ ദുആ നടക്കും. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മാത്രല്ല പഴപ്പിക്കാൻ ഉദ്ദേശിക്കണം എന്നറിയോ, ചെറിയ ചെറിയ തുരുപ്പ് ചീട്ടാവിൽ ഉപയോഗിക്കുക, പെട്ടെന്ന് വസ്വാസ് വരും. ഖുർആന്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നേരെ നേരെ പറയാം. എന്താ അതിന്റെ അപ്പുറപ്പുറമൊന്നും നോക്കിയോളന്നില്ല, പിഴച്ചു പോകും, പെട്ടെന്ന് പിഴച്ചു പോകും. റബ്ബ് സുബ്ഹാനഹു വ തആല രാജാതിരാജനായ അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. പലവിധ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് ആമീൻ പറയുന്നവർ ഈ സദസ്സിലുണ്ട്. അവരുടെ ആമീനൊക്കെ നീ ദുആക്ക് ഉത്തരമുള്ളത് ആമീനാക്കി തരണേ അല്ലാഹ്. ഖുർആൻ ശരിക്കും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താ കാരണം എന്നറിയോ, എല്ലാവരും വന്നിട്ട് ഖുർആൻ തന്നെ ഓതണേ. എല്ലാവരും നടത്തുന്നതും ഖുർആൻ ക്ലാസ്സാണ്. എല്ലാവരും നടത്തുന്നത് ഖുർആൻ ക്ലാസ്സാണ്. എല്ലാവരും പറയും ഖുർആന്റെ അർത്ഥമാണ്. പക്ഷേ ആധികാരികമായി ഖുർആൻ പഠിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിനൊരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു തവണ. ഇപ്പോൾ തുടക്കത്തിൽ അങ്ങനെ കഴിയുള്ളൂ, കാരണം നോമ്പ് വരെയുള്ള ഡേറ്റുകളൊക്കെ കൊടുത്തു പോയിട്ടുണ്ട്. പറ്റാവന്റെ ഡേറ്റുകളൊക്കെ ഒന്ന് തിരിമറി എന്തോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് യാത്രകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാസത്തിൽ ഖുർആന്റെ പേരിൽ സംഗമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. 6236 ആയത്തുകളുണ്ട് ഖുർആനിൽ. 6236 ആയത്ത് എന്നാൽ 6236 മെസ്സേജാണ്. അല്ലാഹുവിന്റെ മെസ്സേജുകളാണ്. നമ്മളിങ്ങനെ ബൈക്ക് പോണ സമയത്ത് പെട്ടെന്ന് ഈ വാട്സപ്പിൽ മെസ്സേജ് വരുന്നതിന് എൻ്റെ ശബ്ദം എന്താ, എൻ്റെ സിഗ്നൽ എങ്ങനെ വിചാരിച്ചോളൂ. പെട്ടെന്ന് അപ്പാടം ബൈക്ക് സൈഡാക്കി ഓന് നോക്കുക ആരാ മെസ്സേജ് അയച്ചത്. ഇന്ന് പല മനുഷ്യന്മാരുടെ തലി എപ്പോഴും താഴ്ത്തുക, പെരടി വേദന പല ആൾക്കാർക്ക്. കാരണം എന്താ, 1000 മെസ്സേജൊക്കെ വരുന്നു. 1000 മെസ്സേജ്. ഈ മെസ്സേജൊക്കെ നോക്കി തീർക്കുകയാണ്. മാത്രമല്ല ഈ മെസ്സേജിന് മറുപടിയും കൊടുക്കുകയാണ്. എന്നാൽ അതറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിന്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അതിങ്ങനെ വഴലൊന്നും ആവില്ല, ക്ലാസ് ആയിരിക്കും. മനസ്സിലല്ലേ? അതിങ്ങനെ ഈണത്തിലും ശൈലിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നല്ല സുഖം ഉറങ്ങാൻ ഉണ്ടാവില്ല. ക്ലാസ്സാണ്. അറിയാം. ഒരായത്ത് ഓതിയിട്ട് അതിൽ എന്തൊക്കെ വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തൊക്കെയാണ് ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഓരോ ആയത്തിന്റെയും ആശയങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള മസ്അലകൾ എന്തൊക്കെയാണ്, ഇത് പഠിക്കുന്നൊരു വേദിയായിരിക്കും അത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് പറയൂ, തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്നറിയിക്കുകയാണ്. അല്ലാഹുവിന്റെ മെസ്സേജാണത്. പൊണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖുർആനെ കുറിച്ച് പറഞ്ഞത് മഅദബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സദ്യ എന്നാണ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ ആത്മാവിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അതിൽ നിന്ന്.
ലോകത്ത് ഇന്ന് നടക്കുന്ന വിഷയങ്ങളുടെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതിൽ മുസ്ലിം ഉമ്മത്തിന്റെ മോചന മാർഗം പറയുന്നുണ്ട്. അതിൽ എല്ലാം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കണം. പഠിച്ചാൽ മനസ്സിലാവും പെണ്ണ് പള്ളി പോണോ പോണ്ടേ. അങ്ങനെ ചില ആളുകൾ അങ്ങനെ പറയാം, ഗൾഫിൽ പോയി എന്നിട്ട് ഞാൻ ആടെ കണ്ട ഇസ്ലാം അല്ലല്ലോ ഇവിടെ, അവിടെ അങ്ങനല്ലേ, ഇവിടെ അങ്ങനല്ലേ. ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കലർപ്പുമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ കാരണം മുസ്ലിം ഭരണത്തിന്റെ ആധിപത്യത്തിലായില്ല നമ്മുടെ രാജ്യം എന്നാണ്. മുസ്ലിം ഭരണം എന്നല്ല, രാജഭരണത്തിന്റെ ആധിപത്യത്തിലായില്ല എന്നാണ്. സൗദി അറേബ്യയിൽ ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ ഭരണമാറ്റം ഭരണത്തിലെ നയങ്ങൾ മാറാൻ കാരണം എന്താ? ഭരിക്കുന്ന രാജാവിന്റെ നയമാറ്റമാണ് അതിന്റെ കാരണം. ഓരോ സമയത്തും ഭരിക്കുന്ന രാജാവ് ഏത് ആശയക്കാരനാണോ ആ ആശയ ആ രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അൽഹംദുലില്ലാഹ് നമുക്കങ്ങനെ ഇല്ലാതെ പോയത്, നമുക്കങ്ങനെ സംഭവിക്കാതെ പോയത്, അങ്ങനെ ഒരു സംവിധാനമില്ലാത്തത് കൊണ്ടാണ്. ഇഖ്ബാൽ പാടിയിരുന്നു പണ്ട്, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദു സിതാൻ ഹമാരാ ഹം ബുൽബുലേ ഹേ ഇസ്കേ ഹേ ഗുൽസിതാൻ ഹമാരാ. നമ്മുടെ രാജ്യമായ ഇന്ത്യ എത്ര നല്ല രാജ്യമാണെന്ന് ഇഖ്ബാൽ പാടിയിട്ടുണ്ടായിരുന്നു പണ്ട്. അന്ന് ഞാൻ ആലോചിച്ചു, ഇഖ്ബാൽ അങ്ങനെ പാടില്ല, ഇഖ്ബാൽ എങ്ങനെയാണ് അങ്ങനെ പാടുക എന്ന് ഞാൻ അന്ന് ആലോചിച്ചിരുന്നു. എന്നാ എനിക്കതിന് മറുപടി കിട്ടി. കുറേ മുസ്ലിം രാജ്യത്തൂടെ യാത്ര ചെയ്തപ്പോൾ, കുറേ മുസ്ലിം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്കറിയാം, യുഎഇയിൽ നിന്ന് എനിക്കൊരു അസർ ഖളായി പോയിട്ടുണ്ട്. എന്തേ? യാത്രയിലായി, ജമാഅത്തിന്റെ സമയം ഇപ്പോൾ പള്ളി കിട്ടിയില്ല. പിന്നെ ഒരു പള്ളി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു, പള്ളി അടിച്ചു പോയി, ഇനി മഗ്‌രിബിനെ തുറക്കുള്ളൂ. 24 മണിക്കൂറും പള്ളി തുറന്നിടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യം. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു രീതി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആ തനതായ ശൈലിയിൽ തന്നെ, പാരമ്പര്യത്തിൽ തന്നെ പരിശുദ്ധമായ ദീൻ നിലനിന്നു പോകുന്നത്, അല്ലാഹുവിന്റെ ദീൻ നിലനിന്നു പോകുന്നത്. അതുകൊണ്ടാണ് അല്ലേ, ഖുർആന്റെ ആയത്ത് നോക്കിയിട്ടല്ല സ്ത്രീ പെണ്ണ് പള്ളി പോകാൻ പറ്റുമോ പറ്റൂലേ എന്ന് മുൻകാല സമൂഹം മനസ്സിലാക്കിയത്. സ്വഹാബികൾ വന്നിട്ട് എന്ത് ചെയ്തു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ആദ്യം നിർമ്മിച്ച പള്ളിയിൽ പെണ്ണുങ്ങൾ പോയിട്ടില്ല സ്വഹാബികളുടെ കാലഘട്ടത്തിൽ. അപ്പോൾ മനസ്സിലാക്കി, സ്വഹാബികൾ പള്ളിയിൽ പോകാതിരിക്കുക എന്നതാണ് സ്വഹാബികൾ റസൂലിൽ നിന്ന് പഠിച്ച ദീൻ എന്നവർ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പള്ളിയിൽ പെണ്ണ് പോണല്ലോ. ഓലെന്ന രീതിയിലെ എന്താ, പെണ്ണാദ്യം പള്ളി പോയത് ഉദായിലെ നഫീസത്താത്തെ ഫാത്തുമത്താത്തെ, ഉദായിലെ പെണ്ണാണ് ആദ്യം പെണ്ണ് പള്ളി പോയി. ഓലെന്നെ എഴുതി, എന്താ, അഭിമാനപൂർവ്വം എഴുതിയതാണ്. അപ്പോ ഒരു 50-60 കൊല്ലത്തിന് മുമ്പേ പള്ളി പോകാൻ പെണ്ണ്, അതിന് ശേഷമാണ് പെണ്ണ് പള്ളി പോകാൻ തുടങ്ങിയതിന് മുമ്പ് പോയിട്ടില്ല. പിന്നെ ആ വാദത്തിന് തന്നെ അർത്ഥമില്ല, പിന്നെ ആ വാദത്തിന്റെ തന്നെ അർത്ഥമില്ല. അല്ലേ, ദീനു പഠിക്കേണ്ടത് സ്വഹാബികളിൽ നിന്നാണ്. എന്റെ സ്വഹാബികളെല്ലാം നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗ സിദ്ധരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയാ പറഞ്ഞു തന്നത്. അങ്ങനെ അർത്ഥം, പദത്തിന്റെ അർത്ഥം നോക്കിയാലേ പല സംഗതിയിലും അബദ്ധം സംഭവിച്ചു. പണ്ടൊരാള് ബസ് കയറി, അയാൾ എങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാൾ ഈ അറവുകാരനാണ്. അപ്പൊ ഇയാൾ ആടൊക്കെ അറുത്ത് ഇറച്ചൊക്കെ വിറ്റ് അതിന്റെ കയ്യും കാലൊക്കെ ഒരു ബക്കറ്റിലിട്ട് ബസ് കയറിയതാണ്. ഇയാൾ എങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ദുർഗന്ധം വരാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു, കണ്ടക്ടറെ, ആരോ ഈ ആടിന്റെ അവശിഷ്ടങ്ങളുമായിട്ട് ബസ് കയറിയിട്ടുണ്ട്, എടുത്ത് പുറത്ത് കയറിയണം. ഇയാളിങ്ങനെ നോക്കുന്ന സമയത്ത് ആടിന്റെ കയ്യും കാലും. അപ്പൊ അയാൾ ചോദിച്ചു, ആരായി കയ്യും കാലും ഒക്കെ ആയിട്ട് ഇതിൽ കയറിയത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റേതാണ്. എടോ, ആ കയ്യും കാലും എടുത്ത് പുറത്ത് കിട്ടുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, സാറേ അവിടെ എഴുതി വെച്ചാൽ കണ്ടക്ടറോട് ചുങ്ങൾ എന്താണ് മുമ്പിൽ എഴുതി വെച്ചാൽ കയ്യും തലയും പുറത്തിടരുത്, കയ്യും തലയും പുറത്തിടരുത്, ബസിന്റെ മുമ്പിൽ എഴുതി വെച്ച്. അപ്പൊ ഈ ആടിന്റെ കയ്യും താലാന്ന് എഴുതുന്ന തിരെ. അപ്പൊ തിരണെങ്കിൽ സാഹചര്യത്തെ മനസ്സിലാക്കിയാലും പറയണല്ലോ. അതാ ഖുർആൻ നേരെ നോക്കി അർത്ഥം വെച്ചാ പയച്ചു എന്ന് പറഞ്ഞു. അല്ലേ, നേരെ നോക്കി, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്.
വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനുള്ളതാണ്. ഫൈനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചാലും അവിടെയൊക്കെ അല്ലാഹു ഉണ്ട്. അപ്പൊ ആയത്ത് നോക്കി അർത്ഥം വെച്ചാൽ തോന്നുക ഖിബിലക്ക് ഇരണമെന്നൊന്നുമില്ല, എല്ലാ സ്ഥലത്തും അല്ലാഹ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കാനുള്ള പഠനവേദി ഒരു ഗംഭീരമായ രംഗമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോ കാര്യത്തിൽ നമ്മൾ സമയം മാറ്റിയിട്ടുണ്ടല്ലോ. മാസത്തിൽ ഒരു തവണ ഖുർആൻ കേൾക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയും ആ സംവിധാനത്തിൽ ചേരുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അർഹമുർ-റഹീം തങ്ങൾ പാപ്പേ രണ്ട് മസ്ലഹത്തിന് ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയാതിരിക്കുക. രണ്ട് മസ്ലഹത്ത്, ഒരു മസ്ലഹത്ത് ഇപ്പം നടന്ന് കഴിയാനായി, അപ്പോൾ അടുത്ത മസ്ലഹത്തിൻ്റെ ആൾക്കാരോട് ഇരിക്കണം. ഞാൻ ഓർക്കുന്നത് നാളെ രാവിലെ 8 മണിക്ക് എൻ്റെ നാട്ടിൽ നമ്മുടെ സ്ഥാപനത്തിന് കുറ്റിയടിക്കേണ്ടത് തങ്ങളാണ്. അപ്പോൾ ഈ മഹാനായ തങ്ങളവർ ഈ മസ്ലഹത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഓല് പോയി ഉറങ്ങല്? പാലക്കാട് സയ്യിദുമാരുടെ സ്ഥിതിയും അവസ്ഥയാണ്. പിന്നെ എപ്പോഴാണ് ഓല് പോയി ഉറങ്ങുക? സമുദായത്തിന് വേണ്ടി ദീർഘമായി ഉറക്കൊഴിക്കുന്നവരാണവർ. ആഫിയത്തോടെ ഉള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ റബ്ബേ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് ദുആയിലേക്ക് കടക്കുന്നു. കുറച്ച് നമ്മൾ ഈ പെർമിഷന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, 10 മണി ഇനി മാക്സിമം പോയാലൊക്കെ നിയമപാലകർക്ക് ഒരു 10:30 ഓലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അനുവദിക്കേണ്ടതാണ്. നമ്മൾ പിന്നെ അധികം ചൂഷണം ചെയ്യുന്നതൊന്നും ശരിയല്ലല്ലോ. മാത്രമല്ല മഹാനായ തങ്ങളവരകൾ തങ്ങളെ വിഷമിപ്പിക്കും ചെയ്യാന്നുള്ളതും അതും ഒരു പ്രയാസം. വരാന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ തങ്ങളവരകൾ എത്തും എന്ന് പറഞ്ഞിട്ട്, അപ്പൊ തങ്ങളവരകൾ ദുആ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിക്കും. മഹാനായ തങ്ങളവരകൾ അപ്പൊ ഏതാനും സമയത്തിനകം എത്തും എന്നറിയിച്ചിട്ടുണ്ട്. വേഗം മഹാനായ തങ്ങളവരകൾ നമ്മൾ വിട്ടുകൊടുക്കണം. മഹാനായ സയ്യിദവരകൾ ഇവിടെ എത്തിയ അധിക സമയം ഇവിടെ ഇരുത്താൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമുർ-റഹീമീനായ റബ്ബ് അവരുടെ പിതാവിന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഇരുന്ന സ്ഥലത്ത് ആ മക്കൾ ഇന്നിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ളൊരു സ്ലിപ്പ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. സഹചാരിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടെയാണ് ഈ വഅദ് പ്രഭാഷണം നടക്കുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മുടെ സഹചാരി സെന്ററിന് 3 ഹോസ്പിറ്റൽ കട്ടിൽ ആവശ്യമുണ്ട്. ഹോസ്പിറ്റൽ കട്ടിൽ എന്ന് മനസ്സിലായി? ഹോസ്പിറ്റലിൽ ഇടുന്ന കട്ടിലുണ്ടല്ലേ, ഇങ്ങനെ പൊക്കാനും താഴ്ത്താനും ഒക്കെ പറ്റാവുന്ന രീതിയിലുള്ള മൂവാക്കാൻ പറ്റാവുന്ന, അതായത് ഒരിടത്ത് ഫിക്സ് ചെയ്യുന്നതല്ല, മൊബൈൽ കട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു 3 കട്ടിൽ നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ആവശ്യം. അത് ആർക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അല്ലേ, ഒരു രോഗി പ്രായമായ വാപ്പാക്ക് വേണ്ടി കാലാകാലം ഒന്ന് വാങ്ങി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു 3ഓ 4ഓ നമ്മുടെ നാട്ടിലുണ്ടായാൽ അങ്ങനെയുള്ള കിടപ്പിലായ രോഗികൾ അല്ലെങ്കിൽ ആക്സിഡന്റായി കിടക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നമുക്കത് എത്തിച്ചു കൊടുക്കാനും അവർക്കൊരു സഹായമായി മാറാനും കഴിയും. അപ്പൊ അങ്ങനെയുള്ള 3 കട്ടിലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു കട്ടിലിന്റെ വില 12,500 രൂപയാണ്. 12,500 രൂപ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഭയങ്കര കൂലിയാ റസൂലുള്ളാഹി പറഞ്ഞു. റഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള നിങ്ങൾ കരുണ ചെയ്തോളൂ. യർഹമുക്കും മൻ ഫിസ് സമാ, അത്യുന്നതനായ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് കരുണ ചെയ്താൽ മതി എന്നാണ്. മാത്രമല്ല പുണ്യനബി തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അല്ലാഹു അയാളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാന്റെ സഹായം ഒരാൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ അയാള് മറ്റൊരാളെ സഹായിച്ചാൽ മതി. നിങ്ങൾ ഈ ഒരു കട്ടില് ഒരു 3 പേര് ഈ സ്ഥാപനത്തിന് വാങ്ങിച്ചു, ഈ സംരംഭത്തിന് വാങ്ങിച്ചു കൊടുത്താലുള്ള ഗുണം എന്താ അറിയും? ഇത് കിട്ടുന്ന ആളുകൾക്ക് ആരാണ് ഇത് സഹായിച്ചത് എന്ന് അവർക്ക് മനസ്സിലാവില്ല. രഹസ്യമായ സ്വതഖയാവും. മനസ്സിലായില്ല? എന്റെ വീട്ടിൽ ഒരാളെ ഉപയോഗിക്കുന്നത് ഏത് അഹമ്മദാജിന്റെ കട്ടിലാന്ന് തിരിയില്ലല്ലോ. രഹസ്യമായ സ്വതഖയാണ്. എന്നാലാണെങ്കിലോ
അവരത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ സഹായം ഇത് വാങ്ങി നൽകിയവർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കട്ടിലിന് 12,500 റുപ്യ വരുന്നു. ആരാ ഒരു 3 കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു 3 ആളെ കിട്ടും നമുക്ക്? ഇവിടെ ഉണ്ടോ അതിനെ പറ്റാവുന്ന ആളുകൾ? അല്ലേ, ആളുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ 2 കട്ടിലിപ്പുണ്ട്, 3 കൂടി കിട്ടിയ 5 കട്ടിലാവും. ആവശ്യക്കാരുണ്ട് എന്നതുകൊണ്ടാണ് 3 മതിയാകുന്നില്ല, അതുകൊണ്ട് 2 മതിയാകുന്നില്ല, അതുകൊണ്ട് ഒരു 3 കട്ടിലും കൂടെ വേണം എന്ന് സംഘാടകർ തീരുമാനിച്ചു. 12,000 റുപ്യക്ക് ഒരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അവർ നിയ്യത്ത് ചെയ്യേണ്ടതാണ്, പഠിച്ചോനെ എനിക്ക് അങ്ങനെ കിടക്കേണ്ട ഒരു ഗതി നീ വരുത്തരുത് റബ്ബേ എന്ന് നിയ്യത്തിലാവണം. ആ നെയ്യത്തിൽ ആരെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ട്? ഒരു 12,500 റുപ്യ റഹ്മുർറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവശരായി കടന്നു പോവുകയും മക്കൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. പഠിച്ച റബ്ബിന് വലിയ പണിയൊന്നുമില്ല അല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ വന്നിട്ടേ 313 റുപ്യ എൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് നിങ്ങളുടെ പള്ളിക്ക് സ്വതക്കയാൻ, പള്ളിക്ക് നേർച്ചയാൻ. എന്തിനാ? എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മ 4 മാസമായി കിടന്ന കിടപ്പിൽ തന്നെ മലവും മൂത്രമൊക്കെ പോവാൻ. അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ ഒരു കട്ടിൽ വാങ്ങിച്ചു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഇത് ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ജീവിക്കുന്ന കാലം അത്രയും അവർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. ഒരു കട്ടിൽ വേറൊരു സഹോദരൻ പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, രഹസ്യമായ സ്വതഖയ 2 എണ്ണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. എല്ലാവരും ആമീൻ പറയും. ഇപ്പൊ 2, 1, 3 ആയില്ലേ അല്ലേ? ആവശ്യമുള്ള 3 കട്ടിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്നൊരു സ്വലാത്ത് ചൊല്ലു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ റബ്ബേ, ആരാണത് പറഞ്ഞത് എന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. അല്ലാഹുവേ അവർ പേര് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടില്ല, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹ് ആ സ്വതഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവശരായി കിടക്കുന്ന കട്ടിലിൽ അല്ലെങ്കിൽ ബെഡിൽ മലവും മൂത്രവും ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അവർക്ക് നീ വരുത്തരുത് അല്ലാഹ്. ഈ ചെയ്ത സ്വതഖ അതിനെ കാവലാക്കണേ അല്ലാഹ്. റബ്ബേ സ്വന്തം മക്കൾ പോലും വാപ്പ മരിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ നീ വരുത്തരുത് അല്ലാഹ്. റബ്ബനാ ആ 2 സഹോദരങ്ങൾ ചെയ്ത 3 കട്ടിലിന്റെ സഹായവും അവർക്കെല്ലാ മാറാ രോഗങ്ങളിൽ നിന്നുള്ള കാവലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ 2 കുട്ടികൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, നിങ്ങളുടെ പള്ളിക്ക് നേർച്ചയാണിത്. ഞാൻ ചോദിച്ചു എന്തിനാ? എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മ 6 മാസമായി കിടന്ന കിടപ്പിൽ തന്നെ മലവും മൂത്രവും ഒഴിഞ്ഞു പോവാൻ. ഉസ്താദേ ഞങ്ങൾ വിഷമിച്ചു പോയി, ഉമ്മയും വിഷമിച്ചു പോയി. അങ്ങനെ പറഞ്ഞു, ഉമ്മയും വിഷമിച്ചു, ഞങ്ങളും വിഷമിച്ചു. കേട്ടപ്പോ എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായി. കാരണം എന്താ അറിയാം, 4 കൊല്ലം ആലോചിക്കുകയാണ്. 3 കൊല്ലം, 2 കൊല്ലം, 4 കൊല്ലമൊക്കെ നമ്മുടെ ഉമ്മമാരെ കിടന്നുറങ്ങിയത് ആരുടെ മലത്തില, ആരുടെ മൂത്രത്തിലാണ്? ആരുടെ മലത്തിലും ആരുടെ മൂത്രത്തിലുമാണ്. 4 കൊല്ലവും അല്ലേ? നമ്മൾ ജനിച്ച് നമ്മുടെ ചാരത്തിങ്ങനെ കിടത്താൻ ഞാൻ കാണുന്ന എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, 9 വയസ്സായ മകനാണ്. ഇന്നലെ ഞാൻ വേളു കഴിഞ്ഞ് കണ്ണീത്ത് റൂസ് കഴിഞ്ഞ് 12 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങോട്ടും അങ്ങനെ നടക്കുകയാണ്. ഡോറ് തുറന്ന പാടെ, ബെല്ലടിച്ച് ഡോറ് തുറന്ന പാടെ എന്നോട്, ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ ഡോറ് തുറന്നു. ഞാൻ ഡോറ് തുറന്ന് കയറുമ്പോ കുട്ടിയെ തോളിലിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ ഉറങ്ങിയില്ല? എന്നോട് പറഞ്ഞു മോന് ശ്വാസം കിട്ടുന്നില്ല, 9 മണിയായി നിങ്ങൾ വരാനിരിക്കുകയാണ്. ഞാൻ എടുത്ത് നടക്കാൻ 9 മണി മുതൽ 10, 11, 12, 12:30, 3 മണിക്കൂർ
ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ ചെയ്യ? എന്നോട് പറഞ്ഞു വണ്ടി അടിക്ക്, ഇപ്പൊ തന്നെ പോണം ഹോസ്പിറ്റലിലേക്ക്. ഓർക്കെന്റെ സഹോദരങ്ങളെ, ആലോചിക്കെന്റെ സഹോദരാ, ഞാൻ കാണാറുണ്ട് ചാരത്ത് കിടക്കുന്ന പൊന്നമോനെ എപ്പോഴും ഉറങ്ങുമ്പോ ഒരു ശ്രദ്ധ മകന്റെ നേരെയായിരിക്കും ഉമ്മായുടെ. ഞാൻ വിവാഹം കഴിച്ചപ്പോഴാ എന്റെ ഉമ്മയാരാ ഉപ്പയാരാ എന്നെനിക്ക് മനസ്സിലായത്, എന്റെ ഉമ്മ ആരെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ വിവാഹം ചെയ്ത് എനിക്ക് കുട്ടികൾ ഉണ്ടായപ്പോഴാണ്. 4 കൊല്ലം ഞാൻ നോക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ അല്ലേ, അന്നത്തെ കാലത്ത് പമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇന്ന് കുട്ടികൾ പെണ്ണുങ്ങൾ പമ്പേഴ്സ് ഇട്ടാണ്ട് കൊടുക്കും. 4 ദിവസം കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ചാരത്ത് കിടക്കുന്ന കുഞ്ഞുകുട്ടി മൂത്രമൊഴിക്കണത് ഉമ്മാന്റെ മേത്ത്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റതാൻ. സാധാരണ എഴുത്താൻ്റെ അറിയും, ഇത് അറിഞ്ഞിട്ടില്ല അല്ലേ. എന്നിട്ട് ഉമ്മായുടെ നെഞ്ചത്ത് കയറി മലം വിസർജിച്ചു. ഇപ്പോൾ ഈ പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടില്ല. എഴുന്നേറ്റ് നോക്കിയ പാടെ കാണുന്നത് ബെഡിലൊക്കെ മലം കൊണ്ട് ആറാട്ടാണ്. എന്താ ചെയ്ത്? മല ആദ്യം വൃത്തിയാക്കല്ലേ ചെയ്തത്. പൊന്നമോനെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച്, ആദ്യം മകനെ കുളിപ്പിച്ചവന് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് തൊട്ടിലിട്ട് ആട്ടി ഉറക്കിയിട്ടാണ് ഉമ്മ തന്റെ മാക്സി പോലും വൃത്തിയാക്കാൻ വേണ്ടി അഴിക്കുന്നത്. ഈ ഉമ്മ 6 മാസം രോഗിയായി കിടന്നപ്പോ മക്കൾ വന്നിട്ട് പറയാം, അതെ കിടക്കണം വഡിലെന്നെ ഉമ്മ മലം വിസർജിക്കണത്, മൂത്രമൊഴിക്കണം. ഞങ്ങളും കുഴങ്ങി, ഉമ്മയും കുഴങ്ങി. മരിക്കാനൊന്ന് ദ്വാരക്കണം കേട്ടോ. അതിന് 313 റുപ്യ നേർച്ചാക്കിയത് ഞങ്ങളെ പള്ളിക്ക്. റബ്ബനാ റഹ്മുർറഹീമീനായ റബ്ബേ, സ്വതക്ക ചെയ്ത് ഒരാൾക്കും നീ ഗതി വരുത്തരുത് റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തരുത് അല്ലാ. 4 വീൽ ചെയർ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനല്ലേ? 6 എണ്ണം കൂടി വേണമെന്ന് പറഞ്ഞ് 6 വീൽ ചെയർ കൂടി കിട്ടിയാൽ 10 ഉണ്ടാവും. എന്തിനാ ഈ വീൽ ചെയർ ഇപ്പൊ അധികവും ആവശ്യമായ കാല? എന്താ കാരണം? പള്ളിയിലുണ്ട് നിങ്ങൾ കസാര, പള്ളിയിൽ കസാല ഉണ്ട് അല്ലേ? എടരിക്കോട് പള്ളിയിൽ കസാല ഇല്ലേ? ചെയറില്ലേ? നിങ്ങൾ എന്താ അതൊന്നും കാണാത്ത ആൾക്കാരെ മാതിരി ഉണ്ടാതെ അങ്ങനെ അത്ഭുതം മാതിരിക്കണേ. എടരിക്കോട് പള്ളിയിൽ ചെയറില്ലേ? ഇതിനാ ചെയർ നടുവേദന. ചില ആൾക്കാർ പിന്നെ നടുവേദന ഒന്നും ആയിട്ടല്ല തോന്നുന്നു, കാരണം ഒരു ഭയങ്കര സ്പീഡിൽ നടന്നു വന്നിട്ടാണ് പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്നത്. അവിടെ നടത്തത്ര സ്പീഡിൽ, അത്ര സ്പീഡിൽ വന്ന് പിന്നെ ഇരുന്ന് നിസ്കരിക്കണം. പല ആളുകൾക്കും കുനിയാനും കഴിയുന്നില്ല. ഒരുപാട് ആളുകളും അങ്ങനെ നടുപിടിച്ചു പോയി, നടുവിന് തകരാറാൻ, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ എണ്ണം കൂടാൻ. പള്ളിയിൽ ചേറി കൂടിയ മാതിരി തന്നെ നമുക്കിതിന് മുമ്പ് 2 എണ്ണം 3 എണ്ണമൊക്കെ 4 എണ്ണം മതിയെന്ന് നമ്മൾ വിചാരിച്ചു. ആവശ്യക്കാർ കൂടാണ്, 4 എണ്ണം മതിയാവുന്നില്ല, 6 എണ്ണം കൂടി വേണം. ഒരു വീൽ ചെയറിന് വേണ്ടത് 4500 റുപ്യയാണ്. 6 ആളുകൾ ആരാ വാങ്ങിത്തരാൻ തയ്യാറുള്ള ആളുകൾ? റഹ്മുർറഹീമീനായ അല്ലാഹ്, നിയ്യത്ത് ചെയ്യേണ്ടത് മരിക്കണവരെ പഠിച്ചോനെ സ്വന്തം കാര്യം ചെയ്യാനുള്ള സാഹചര്യം നീ നിലനിർത്തി തരണേ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കണം. ഒരു വീൽ ചെയറിന് 4500 റുപ്യാണ്. അങ്ങനെയുള്ള 6 ആളുകൾക്ക് ചാൻസ് ഉണ്ടോ? ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല ആരാ. നിങ്ങളിങ്ങനെ ഞങ്ങളെ കണ്ണു നോക്കണം. എന്താ അറിയോ? നിങ്ങൾക്കാണ് അവരെ സിഗ്നൽ തിരിയണതെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു സിഗ്നൽ ഇവിടെ ഉണ്ട്. എന്താന്നല്ല ഒരനുഭവം ഉണ്ട്, തിരിഞ്ഞിട്ടില്ല. സ്റ്റേജിന്റെ ബേക്കിൽ അതിന് മാത്രം അനുഭാവികളില്ലല്ലോ. അവിടുന്ന് വരുന്നത് അൽഹംദുലില്ലാ, ആരും അറിയണ്ടെന്ന് കരുതിയിട്ടാണ്. രഹസ്യമായ സ്വതഖ അർശിന്റെ ചുവട്ടിലുള്ള തണലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരാളെ ഏറ്റെടുത്തു. ഇനി 5 എണ്ണം കൂടി വേണം. അൽഹംദുലില്ലാ, 21,668 റുപ്യ 50 പൈസ. 50 പൈസ ഇപ്പൊ ഉണ്ടോ? ആരാണ് 50 പൈസ ഇട്ട്? ഓരോന്ന് കാണാൻ പുതിയിട്ടില്ല, 50 പൈസ ഒന്ന് കാണാൻ പുതിയിട്ടാണ്. അൽഹംദുലില്ലാ, തമാശ പറഞ്ഞട്ടോ. 21,668 റുപ്യ ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ. അൽഹംദുലില്ലാ, വളരെ ഉഷാറായി കൊടുക്കണ്ടല്ലേ? അതിലും തോനെ കിട്ടല്ലോ. കുറഞ്ഞു പോയതാ? 2 വീൽ ചെയർ കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 1 3 ആയി. അൽഹംദുലില്ലാ, അർഹമുർറഹീമീനായ റബ്ബേ, അത് നൽകുന്നവർക്ക് അല്ലാഹുവേ റബ്ബനാ സിറാത്ത് പാലത്തിലൂടെ അതിവേഗം കടന്നു പോകാനുള്ള സൗഭാഗ്യം നീ നൽകണേ റബ്ബേ. പഠിച്ചോനെ, ജീവിതത്തിൽ ഒരിക്കലും അവർ ഇരുന്നു കടക്കുന്നൊരവസ്ഥ നീ വരുത്തരുത് റബ്ബേ. 3 ആയി. ഒരു 3 എണ്ണം കൂടി വേണം. 3 ആൾക്ക് കൂടി ചാൻസ്. ആരാ? നിങ്ങൾ ആ സിഗ്നൽ കൊടുത്തോളി. ഞാൻ കൈപൊക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. ഫോണിലൂടെ വരും. അതാണ് ഫോണിലൂടെ. ഫോണിൽ ചെയ്യണോ ആരും കാണുന്നില്ലല്ലോ. ഓ, പെണ്ണുങ്ങൾ കുറെ ഇരിക്കണ്ട. പല സ്ഥലത്ത് പോകുമ്പോൾ പറയണ അപ്പുറത്ത് ഒരുപാട് പെണ്ണുങ്ങളുള്ളൂ. സാധേ വയലാണ്ട് പറഞ്ഞോടി നമ്മൾ കാണൂലല്ലോ. ഉണ്ടോ? ഉണ്ടോ?
നിങ്ങളെ കൂടെ പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ? എന്നാ ഉമ്മാര് കൊടുത്തോളിട്ടോ. ഒന്നുകൂടി കിട്ടി. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഇനി 2 എണ്ണത്തിനേ ചാൻസ് ഉള്ളൂ. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കട്ടെ എന്ന് പറയും മീറ്റിംഗ് കൂടിയിട്ട്. ഒന്നുകൂടി വന്നു, ഒറ്റൊന്നിനേ ചാൻസ് ഉള്ളൂ. ആർക്കാ അവസാനത്തെ വേണ്ടി വേഗം ഫോൺ ചെയ്തോളൂ. ആദ്യം ആരുടെ ഫോൺ വരുന്ന ഓൽക്കൈക്ക് കിട്ടുക, അല്ലെങ്കിൽ പിന്നെ ബിസിന്നാ കാണിക്കുക. ഒരൊറ്റ ചാൻസ് കൂടിയുണ്ട്. അൽഹംദുലില്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അവസാനം ഒരാൾ കൈ പൊങ്കിയിട്ടുണ്ട്, മൂപ്പർക്ക് കിട്ടണമെന്ന് എഴുതിയിട്ടേ. ഇത് ഫോണ് ചിലപ്പോൾ അടിച്ചിട്ട് പോകുന്നുണ്ടാവില്ല, അല്ലെ ബിസി കാണിക്കണ്ടാവും. അൽഹംദുലില്ലാഹ്. നല്ലൊരു സദസ്സാണ്, ദുആക്കുത്തറുള്ള സദസ്സായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. കൊടുക്കാതിരിക്കണ്ടേ, കൊടുത്തോളി. കഴിയുന്നതൊക്കെ കൊടുത്തോളി. നാളെ കൊടുക്കാൻ കഴിയുമെന്നറിയില്ല, കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുത്തോളൂ. എന്താ പറയുക, നമ്മൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ വേറെ ഏതെങ്കിലും വഴിക്ക് അല്ലാഹു കൊണ്ടുപോകും. 2 സഹോദരിമാർ വീൽ ചെയർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 2 സഹോദരിമാർക്കും ചാൻസ് ഇല്ല. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ എക്സ്ട്രാ വീൽ ചെയർ എടുക്കണ്ട. നിങ്ങൾക്ക് മീറ്റിംഗ് കൂടണം. അപ്പൊ വീൽ ചെയർ കൂടുതലായോ? നിങ്ങൾക്ക് വീൽ ചെയർ 6ലും കൂടുതൽ എടുക്കൂലേ? എന്നാ വീൽ ചെയർ സ്റ്റോപ്പ്. വീൽ ചെയർ മതി. നിങ്ങള് ഞാൻ വിചാരിച്ച മാതിരി അല്ല. അൽഹംദുലില്ലാഹ്. നല്ലൊരു സദസ്സം, നല്ലൊരു ഈ 2 എടുക്കും. അൽഹംദുലില്ലാഹ്. അപ്പം 3 എണ്ണം അധികമായില്ലേ? 13ആയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാനും ഇരിക്കാനും കഴിയാത്ത രോഗത്തിൽ ഈ നാടിനെ മുഴുവൻ അല്ലാഹു കാക്കട്ടെ. എന്നാലേ ഈ വീൽ ചെയർ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുള്ളൂ. അല്ലേ? വീൽ ചെയർ തോന്നുന്നുണ്ടെന്ന് എല്ലാവരും അങ്ങനെ ആവണമെന്നാ? അങ്ങനല്ല. നമ്മളെപ്പോഴും ദ്വാരക്ക് അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായം വരുമ്പോൾ എത്തിച്ചു കൊടുക്കാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തോൽക്കൊക്കെ അല്ലാഹു വലിയ കൂലി കൊടുക്കട്ടെ. അല്ലാഹുവേ നിത്യമായ സഹായമായത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ കൊടുക്കാൻ കഴിയാത്തവര് വിഷമിക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അവസരമുണ്ട്. പാവപ്പെട്ട രോഗിക്ക് മരുന്ന് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആള് 1 വർഷത്തേക്ക് കൊടുക്കേണ്ടത് 6000 റുപ്യ. ഒന്നിച്ചു കൊടുക്കണമെന്നില്ല, അല്ലെ? ഗഡുക്കളായി കൊടുക്കുക. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്കും ഇതേപോലെ ഒരു കവർ കൊടുത്തേക്കാണ്. ആ കവറിൽ ഇങ്ങനെ ഒരു സ്ലിപ്പ് ഉണ്ട്. ആ സ്ലിപ്പുള്ളത് SKSSF എഡറിക്കോട് ക്ലസ്റ്റർ സഹചാരി സെന്റർ കാൾ തന്നെ വിളിക്കുമെന്ന് എന്നിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഐറ്റം ക്വാണ്ടിറ്റി കോസ്റ്റ് ഓഫർ, ഹോസ്പിറ്റൽ കട്ടിൽ അത് ഞാനും എഴുതേണ്ട കഴിഞ്ഞു. വീൽ ചെയർ അതും ഞാനും എഴുതേണ്ടാവും കഴിഞ്ഞു. ഞാൻ അടുത്തത് മരുന്ന് വിതരണം. 1 വർഷത്തേക്ക് ഒരു രോഗിയുടെ മരുന്ന് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ 6000 റുപ്യാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ ടിക്ക് ചെയ്യാം. 6000 കൊടുക്കാൻ കഴിയുമെങ്കിൽ 1 വർഷത്തെ ഒരു രോഗിയുടെ മരുന്ന്. അപ്പൊ നിങ്ങൾ നിയ്യത്ത് ചെയ്യേണ്ടി, പഠിച്ചോനെ എനിക്ക് മരുന്ന് കുടിക്കേണ്ട അവസ്ഥ വരുത്തരുത് എന്നാണ്. അല്ലെങ്കിൽ മരുന്ന് കുടിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവേ മരുന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ റബ്ബേ നീ വരുത്തണേ എന്ന് നിയ്യത്ത് ചെയ്ത ആ രോഗത്തിന്റെ പേരിലാകട്ടെ ആ സ്വതഖ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ മാറാ രോഗങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. രണ്ടാമത്തത് ഭക്ഷണത്തിന്റെ കിറ്റ്. ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. 1 വർഷത്തേക്ക് പാവപ്പെട്ട ഒരു കുടുംബത്തിന് 1000 ഉറുപ്പികയുടെ ഭക്ഷണ കിറ്റാൻ ഒരു മാസം കൊടുക്കണം. 1 വർഷം ഒരു കുടുംബത്തിന് ഭക്ഷണ കിറ്റ് നൽകണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ 12000 റുപ്യാണ് കൊടുക്കേണ്ടത്. മാസം 1000 കൊടുക്കാം, ഒന്നിച്ചു കൊടുക്കാം, നിങ്ങൾ ഇഷ്ടത്തിൽ കൊടുക്കാം. ഏതാ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് അത് ടിക്കറ്റ് എഴുതാം. ഇനി അതല്ല, ഒരാൾക്ക് 6 മാസം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ 6 മാസം എഴുതാം. അത് അതിന്റെ അടിയിൽ ഇതര സംഭാവന എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ കോളത്തിൽ എഴുതിയിട്ട് ടിക്ക് ഇടുക. പേര്, വിലാസം, സ്ഥലം, ഫോൺ. ഇവിടെ കൊടുക്കേണ്ട ഫോൺ നമ്പർ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ആവണം. എന്റെ മാതിരിയുള്ള ഫോൺ നമ്പർ ആവരുത്. മനസ്സിലായില്ലേ? ഖബർസ്ഥാനക്ക് സലാം ജില്ലയിൽ മറുപടി ഇല്ലാത്ത, എപ്പോഴും വിളിച്ചാൽ കിട്ടാവുന്ന ഫോൺ നമ്പർ ആവണം നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഒരാൾ ഒരു മരുന്നിന്റെ ഉദ്ഘാടനം ഇവിടുന്ന് നിർവഹിക്കാം. എല്ലാവരും കൊടുത്തോളില്ലോ. കാരണം ഈ കൊടുക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കണതൊന്നും ഗുണപ്പെടൂല. പണ്ടൊരു ചങ്ങായി കൊടുക്കണ്ടല്ലേ, ഭയങ്കര പിഷ്കന, അങ്ങനെ ഭയങ്കര തേങ്ങ കച്ചവടക്കാൻ. ഈ പണ്ട് ഈ തേങ്ങ അങ്ങനെയൊക്കെയുള്ള കൂടുതലുണ്ടാവും. അപ്പോ ഇയാളിങ്ങനെ തേങ്ങ ഇങ്ങനെ എണ്ണ. പഴയ കാലത്ത് തേങ്ങ കച്ചവടക്കാരുണ്ടാരെങ്കിലും ഇവിടെ തേങ്ങ എണ്ണീട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. ഇയാളിങ്ങനെ എണ്ണുന്ന സമയത്ത് ആ വൈക്കൊരാളിങ്ങനെ പോകും. ഇപ്പോൾ ആചാര്യ ഒരു തേങ്ങ തരുമെന്ന് ചോദിച്ചു. ആചാര്യ ഒരു തേങ്ങ തരും. ഇയാൾക്ക് അങ്ങനെ 5000 6000 തേങ്ങകളിൽ ഒരു തേങ്ങ തരുമെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുമോ? ഇയാൾക്ക് ഇങ്ങനെ
എൻ്റെ ഭാര്യനോട് പറയും, ഭാര്യ എടുത്തിരുന്നു. ഇയാൾ നേരാണ് ചെന്നത്. അയാളെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. ഭാര്യനോട് നിങ്ങളെ കഴുത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഇവളുടെ കഴുത്തിലുണ്ട് 6 പവന്റെ സ്വർണ്ണമാല. ഇയാൾ പറഞ്ഞു, നിങ്ങളോട് നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കഴുത്തിലെ മാല തരാൻ പറഞ്ഞു. അപ്പൊ ഇവള് ചോദിച്ചു, മാലേ? അപ്പോൾ ആട് നിങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ആ കൊടുത്താളാ, നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞോണോന്ന് അവള് ചോദിച്ചു. ഇയാളൊന്ന് കൊടുത്താളാ. ഇവള് മാല അയച്ചു, അയാൾക്ക് കൊടുത്തു. ഇയാള് തേങ്ങ കിണ്ടി പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, അല്ല പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ ആ മാല കൊടുക്കാൻ പറഞ്ഞ ആളാരാന്ന് ചോദിച്ചു. മാല കൊടുക്കാനെന്ന് ചോദിച്ചു. നിങ്ങളല്ല നേരത്തെ എന്നോട് മാല അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മാല കൊടുക്കാനല്ല ഞാൻ പറഞ്ഞ, തേങ്ങ കൊടുക്കാനാണ്. അപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞോ? അതേടി തേങ്ങ കൊടുക്കാനാണ്. അപ്പോഴാ അയാൾക്ക് മനസ്സിലായത് മാല പോയിന്. ആളെ ഇയാൾക്കും അറിയില്ല, ഭാര്യക്കും ആർക്കും അറിയില്ല, മാലയേറ്റ പോയി. അപ്പൊ നമ്മൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ ഗുണപ്പെടൂല. മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ ബർക്കത്തുണ്ടാകും.